ഹരേ കൃഷ്ണ. എല്ലാവരെയും നമ്മളുടെ ഭഗവത്ഗീത ഓവർവ്യൂ എന്ന ഗീതാ രഹസ്യം എന്ന ക്ലാസിന്റെ 11ാമത്തെ സെഷനിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. നിങ്ങളുടെ വിലയേറിയ സമയം ഈ മഹത്തായ ഈ ഒരു കാര്യത്തിനായി ഉപയോഗിക്കുന്നതിൽ എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ആദ്യം ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാം ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരീ വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനദാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. കഥാഞ്ചന സ്മൃതേ അസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമി തം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ഗീതാ രഹസ്യം എന്ന ഈ ഭഗവത്ഗീത ഓവർവ്യൂവിന്റെ 11ാമത്തെ സെഷനിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷമുണ്ട്. കൃതജ്ഞത എല്ലാവരോടും രേഖപ്പെടുത്തുന്നു. നമ്മൾ എല്ലാ ദിവസവും ചെയ്യാറുള്ളത് പോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ എന്താണ് എന്ന് ആർക്കെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭഗവാന്റെ വിശ്വരൂപ ദർശനം എന്ന 11ാമത്തെ അധ്യായത്തിനെ ആസ്പദമാക്കിയുള്ള വിവരണങ്ങളാണ്. സോ ദയവായിട്ട് ആരെങ്കിലും മുൻപോട്ട് വന്നിട്ട് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ള ദയവ് കാണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അത് പുതിയതായിട്ട് വരുന്ന ആൾക്കാർ ആരെങ്കിലും ആയിരിക്കണം എന്ന ഒരു ആഗ്രഹമുണ്ട്. കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും സിനി മാതാജിയും പുഷ്പമാതാജിയുമാണ് പറയുന്നത്. മറ്റേ ആർക്കെങ്കിലും പറയാൻ ഉള്ള പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും മുൻപോട്ട് വരാവുന്നതാണ്. സോ ദയവായിട്ട് തീർച്ചയായിട്ടും പുഷ്പമാതാജിയെ സിനി മാതാജിയെ മാറ്റി നിർത്തുകയല്ല, വേറെ ആരും വരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാം. നമുക്ക് മറ്റൊരാൾക്കൂടെ ചാൻസ് കൊടുക്കാം എന്നൊരു ഉദ്ദേശത്തിൽ മാത്രമാണ് പറയുന്നത്. സോ ദയവായിട്ട് ആരെങ്കിലും മുൻപോട്ട് വരാൻ സാധിക്കുമോ? ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും മുൻപോട്ട് വന്ന് സാധിക്കുമോ ഒരു 2 വാക്ക് പറയാൻ? രാഖിൽ പ്രഭു ഒരു 2 വാക്ക് പറയാൻ സാധിക്കുമോ? ഹരേ കൃഷ്ണ. പറഞ്ഞോ. ഹലോ. ഹരേ കൃഷ്ണ പറയാം. കുറച്ച് മൈക്രോഫോണോട് അടുത്തിരുന്ന് സംസാരിച്ചാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും പ്രഭു. ഹരേ കൃഷ്ണ. അപ്പോ നമ്മള് ഇന്നലെ പഠിച്ച ലെസൺ സി എന്ന് പറഞ്ഞ ലെസൺ ആണ്. സോഴ്സ് ഓഫ് എവറിത്തിങ്, എസെൻസ് ഓഫ് ഗീത, എവ്രിവെയർ. കൃഷ്ണ ഭഗവാൻ പറയുന്നു, എന്നിൽ മനസ്സുറപ്പിക്കൂ. പിന്നെ എങ്ങനെയാണ് ഭഗവാനിൽ മനസ്സുറപ്പിക്കേണ്ടത്? പിന്നെ ഐശ്വര്യം, സമ്പത്തും പവർഫുള്ളായ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭഗവാനെ ഓർക്കുക. അപ്രീസിയേഷൻ യഥാർത്ഥമായി സൃഷ്ടാവിലേക്ക് പോകുമ്പോഴാണ് അത് ഒരു ശരിയായ രീതി ആവുന്നത്. ഏത് വസ്തു കാണുമ്പോഴും ഭഗവാനെ സ്തുതിക്കുക. ഒരു പ്യുവർ ഡിവോട്ടി എങ്ങനെ ആയിരിക്കണം എന്ന് ഭഗവാൻ പറയുന്നു. വൺ ഹൂ നോസ് കൃഷ്ണ ഫ്രം വിൽ കൃഷ്ണനെ അറിയുന്ന ഒരു ഡിവോട്ടി എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാകുന്നു. ഭഗവാനാണ് എല്ലാത്തിൻ്റെയും ഉറവിടം. പിന്നെ നമ്മൾ എസെൻസ് ഓഫ് ഗീത പറഞ്ഞിട്ടുണ്ട്. ചതുശ്ലോകി ഗീത എന്നാണ് പറയണേ. സമ്മതമായ ഇതൊക്കെയാണ് പ്രഭുജി. വെരി ഗുഡ്. വളരെ സന്തോഷം രാഖിൽ പ്രഭു, വളരെ സന്തോഷം. ചതുശ്ലോകി ഭഗവത്ഗീത അല്ലെ? വെരി ഗുഡ്. ചതുശ്ലോകി ഭഗവത്ഗീത. പ്രഭു അത് എസെൻസ് ഓഫ് ഭഗവത്ഗീത എന്നത് ചതുശ്ലോകി ഭഗവത്ഗീത ആണെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും വളരെ സന്തോഷം രാഖിൽ പ്രഭു മുൻപോട്ട് വന്ന് പറയാൻ ഉള്ള ഇത് കാണിച്ചതിൽ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഇതുമായിട്ട് സംബന്ധിച്ച്? ഹരേ കൃഷ്ണ. ഇതുമായി സംബന്ധിച്ച് ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് സിനി മാതാജിയും പുഷ്പ മാതാജിയും എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും മുൻപോട്ട് പറയാവുന്നതാണ്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. ഇന്നലത്തെ ചാപ്റ്റർ 10 വിഭൂതി യോഗം. ഇതില് സോഴ്സ് ഓഫ് എവറിത്തിങ്, എസൻസ് ഓഫ് ഗീത, എവരിവെയർ. ഇതാണ് സോഴ്സ് ഓഫ് എവറിത്തിങ് പറഞ്ഞ എല്ലാത്തിന്റെ ഉത്ഭവസ്ഥാനം ഭഗവാൻ തന്നെ. ബുദ്ധി, ജ്ഞാനം, മോഹ ഇല്ലായ്മ, ക്ഷമ, സത്യം, ഭ്രമം, ശമം, സുഖം, ദുഃഖം, ഉത്ഭവം, നാശം, ഭയം ഇല്ലായ്മ, അഹിംസ, സമത്വം, സന്തോഷം, തപസ്, ഇങ്ങനെ എല്ലാ ഭാവങ്ങളും ഭഗവാനിൽ തന്നെ ഉണ്ടാകുന്നു. എല്ലാത്തിന്റെ മൂലകാരണം ശ്രീ ഭഗവാനാണ്. അതാണ് സോഴ്സ് ഓഫ് എവറിത്തിങ്. പിന്നെ എസൻസ് ഓഫ് ഗീത, ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ ഇംപ്ലിമെന്റ് എങ്ങനെ ചെയ്യാം എന്ന് മനസ്സിലാക്കി പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സഹായിക്കുന്നത് ഭഗവാനാണ്. ഭഗവാൻ ഭജിക്കാൻ നമ്മളോട് ഭജിക്കണ ബുദ്ധി പോലും ഭഗവാനാണ് നമുക്ക് തരണത്. അത് നമ്മളോട് അനുകമ്പം തോന്നി നമുക്ക് തരുകയാണ്. തന്നിട്ട് അന്ധകാരത്തെ നശിപ്പിച്ചിട്ട് ജ്ഞാനത്തിന്റെ ദീപം ഭഗവാൻ തെളിച്ചു തരുകയാണ്. പിന്നെ എവരിവെയറില് കുറെ ഡീറ്റെയിൽ ഉണ്ട്, പക്ഷെ ഞാൻ ഷോർട്ടായിട്ട് പറയാം. ആദി, മധ്യം, അവസാനം ഭഗവാനാണ്. ഓരോ കാറ്റഗറിയിലും ടോപ്പ് ഭഗവാൻ എന്നാണ് നമുക്ക് ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാനെ ഓരോ ചെറിയ അംശം മാത്രമല്ല, ഈ പ്രകൃതിയില് കാണുന്നതില് ഒരു ചെറിയ അംശമാണ് ഭഗവാനില്. മനസ്സിലായി? പ്രകൃതിയുടെ ഈ വലിപ്പമൊക്കെ ഭഗവാന്റെ ഒരു ചെറിയ അംശം മാത്രമാണ് എന്ന്. അപ്പൊ ടോപ്പ് കാറ്റഗറിയിലെ ടോപ്പ് ഭഗവാനാണ്. അതിൽ കുറെ എക്സാമ്പിൾ ഉണ്ട്, അത് ലോങ് ആകും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പ്രഭു. ഓക്കെ, താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്. സൂപ്പർ പുഷ്പ മാതാജി. വളരെ സന്തോഷം മാതാജി പറഞ്ഞ. അപ്പം ചതുർശ്ലോകി ഭഗവത്ഗീത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എസെൻസ് ഓഫ് ഭഗവത്ഗീത എന്ന് പറയുന്ന പോർഷനിൽ പറഞ്ഞ 10ാമത്തെ അധ്യായത്തില് 8 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങളെ കുറിച്ച് മാതാജി നല്ലതുപോലെ പറഞ്ഞു. അപ്പൊ നമ്മള് അതിന് വേറൊരു പദം ഉപയോഗിച്ചായിരുന്നു. അത് ഓർമ്മയുണ്ടോ പുഷ്പ മാതാജിക്ക്? എന്താണ് ഒരു 3 കാര്യങ്ങൾ നമ്മൾ അതിനെ കുറിച്ചിട്ട് ഒന്ന് പറഞ്ഞിരുന്നു? അത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞത് ശ്രീമദ് ഭാഗവതത്തിന്റെ കണ്ടന്റ് അതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ 3 പദം ഉപയോഗിച്ചിരുന്നു. ഓർമ്മയുണ്ടോ പുഷ്പമാതാജിക്ക് അത്? ഇല്ല പ്രഭു, മനസ്സിലായില്ല. ഓക്കെ, നോ പ്രോബ്ലം. വേറെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞിരുന്നു.
ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. അഭിധേയ അങ്ങനെ എന്തോ ആയിരുന്നോ പ്രഭുജി? ആ യെസ് എന്താണ് പറഞ്ഞേട്ടെ ദിവ്യമാതാജി? എനിക്ക് കറക്റ്റ് അറിയില്ല പ്രഭു. എന്റെ ഓക്കെ മനസ്സിൽ യെസ്. വേറെ ആർക്ക് പറയാം? ഞാൻ മാതാജി പറയട്ടെ പറഞ്ഞു. പ്രഭു, ഞാൻ പറഞ്ഞോട്ടെ പ്രഭു. ഓക്കെ രതി മാതാജി പറഞ്ഞാട്ടെ. സംബന്ധ അവിദ്യ പ്രയോജന. അവിദ്യ എന്നല്ല, വേറൊരു വാക്ക ഉപയോഗിച്ചു. രുക്മിണി മാതാജി എന്താ പറഞ്ഞത് കറക്റ്റ് ആയിട്ട്? ഹരേ കൃഷ്ണ. സംബന്ധ അഭിധേയ പ്രയോജന. വെരി ഗുഡ് ഒരു കുഴപ്പമില്ല. രതി മാതാജി ആ അറ്റംപ്റ്റ് നടത്തിയതിന് വളരെ കറക്റ്റ്, വളരെ സന്തോഷം. കാരണം അത് മാതാജി ആദ്യമായിട്ട് ക്ലാസ് കേട്ടിട്ട് ആ വാക്കുകൾ പറഞ്ഞത് തന്നെ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത് ഒന്നുകൂടെ ചെറിയൊരു കറക്ഷൻ, അഭിദ്യ അല്ല അഭിധേയ എന്നാണ്. സംബന്ധ അഭിധേയ പ്രയോജനം. വളരെ സന്തോഷം മാതാജി. രുക്മിണി മാതാജി, ദിവ്യ മാതാജി അറ്റൻഡ് ചെയ്തു. രാഖിൽ പ്രഭു എനിക്കൊന്ന് അൺമ്യൂട്ട് ചെയ്തെന്ന് പറയാനായിട്ട്. സെയിം ആയിരുന്നു പ്രഭുവിന് പറയാനുണ്ടായിരുന്നത്. അതെ. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവരും എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. എല്ലാവരും എൻതൂസിയാസ്റ്റിക്കലി ഇതില് ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, നിങ്ങളൊക്കെ ക്ലാസ് നോട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ദറ്റ്സ് റിയലി അപ്രീഷിയേബിൾ ആൻഡ് ഐ am really happy with that. So thank you so much. So സംബന്ധ അഭിധേയ പ്രയോജന. എന്താണ് സംബന്ധ എന്ന് പറയുന്നത്? 10ാമത്തെ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകം. അതില് നമ്മളും ഭഗവാനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കുക. 9ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് അഭിധേയ. അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് ഭഗവാൻ അതിൽ പറഞ്ഞു തരുന്നു. അതാണ് ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ അഭിധേയ എന്ന് പറയുന്നത്. ഈ അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മളെ പ്രാക്ടിക്കൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ, നമ്മൾ സ്വയം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ അതുകൊണ്ട് നമ്മൾ നേടുന്ന പ്രയോജനം, അതിനെക്കൊണ്ട് വളരെ മനോഹരമായിട്ട് പുഷ്പമാതാജി അതൊന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയും ചെയ്തു. സോ എന്തൊക്കെയാണ് എന്നുള്ളത് ഭഗവാൻ നമ്മുടെ ഉള്ളിലുള്ള അന്ധകാരത്തെ അല്ലെങ്കിൽ അജ്ഞതയാകുന്ന അന്ധകാരത്തെ മാറ്റുന്നതിന് വേണ്ടി ജ്ഞാനമാകുന്ന ദീപത്തെ തെളിയിക്കുന്നു എന്ന് വളരെ സ്പഷ്ടമായിട്ട് പുഷ്പമാതാജി പറയുകയും ചെയ്തു. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഞാൻ റിയലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ 11ാമത്തെ ദിവസമാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട് 11ാമത്തെ ദിവസത്തിൽ തീർച്ചയായിട്ടും 11ാമത്തെ അധ്യായമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതും മറ്റൊരു പ്രധാനപ്പെട്ട അധ്യായമാണ്. നമ്മൾ പറഞ്ഞു എസെൻസ് ഓഫ് ഭഗവത്ഗീത, അല്ലെങ്കിൽ ഈ കാണുന്ന അധ്യായങ്ങളെല്ലാം, ഈ 11 വരെയുള്ള അധ്യായങ്ങൾ എന്ന് പറയുന്നത് ഭഗവത്ഗീതയുടെ ഏറ്റവും മഹത്തരമായ കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞു തരുന്ന 6 അധ്യായങ്ങളാണ്. സോ അപ്പം 9ാമത്തെ അധ്യായം നമ്മൾ കണ്ടപ്പോൾ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അധ്യായമായിരുന്നു 9ാമത്തെ അധ്യായം. രാജഗുഹ്യ യോഗം, രാജവിദ്യം, കിങ് ഓഫ് നോളജ്. ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ജ്ഞാനമാണ് നമുക്ക് ആ ഒരു ഭാഗത്തിൽ നിന്ന് നമ്മൾ ഭഗവത്ഗീത പഠിച്ചത്. ഇനി ഭഗവാൻ പറയാൻ പോകുന്നത് യൂണിവേഴ്സൽ ഫോം അല്ലെങ്കിൽ വിശ്വരൂപ ദർശനമാണ് ഇവിടെ ഭഗവാൻ അർജുനന് നൽകാൻ പോകുന്നത്. എന്തിനു വേണ്ടിയാണ് ഭഗവാൻ ഈ വിശ്വരൂപം കാണിച്ചു കൊടുത്തത്? കഴിഞ്ഞ അധ്യായത്തില് 10ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു. 10ാമത്തെ അധ്യായത്തിൽ ചതുർശ്ലോകി ഭഗവത്ഗീതയും ഭഗവാൻ എല്ലായിടവും ഭഗവാൻ ഉണ്ട്. അതുപോലെ തന്നെ ഭഗവാനാണ് എല്ലാത്തിൻ്റെയും ഉദ്ഭവസ്ഥാനം ഭഗവാന്റെയാണ്. ഇതെല്ലാം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ അർജുനൻ അതില് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്, ഐ എം കംപ്ലീറ്റ്ലി കൺവിൻസ്ഡ് കൃഷ്ണ, പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും. ഐ എം കംപ്ലീറ്റ്ലി കൺവിൻസ്ഡ് വിത്ത് ഓൾ ദിസ്. അല്ലെങ്കിൽ എനിക്കിതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അങ്ങ് പരബ്രഹ്മനാണ്, പരംധാമമാണ് അങ്ങയുടേത്, പവിത്രമാണ്, പരബ്രഹ്മ പരംധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും. സോ ഇതെല്ലാം പറഞ്ഞത് എനിക്ക് കംപ്ലീറ്റ്ലി കൺവിൻസിങ് ആണ് കൃഷ്ണ, ഞാനിതിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇത് ഞാൻ മാത്രമല്ല പറയുന്നത്, മറിച്ചോ ആഹുസ്ത്വാൻ ഋഷയ സർവേ ദേവർഷിർ നാരദസ്തദാ അസിതോ ദേവലോ വ്യാസ സ്വയം ചെയ്വ അബ്രവീഷിമേ. ഇത് അസിതനും ദേവലിനും വ്യാസദേവനും ഇവരെല്ലാവരും, നാരദമുനിയും ഇവരെല്ലാവരും പറഞ്ഞു. അത് മാത്രവുമല്ല ഭഗവാനെ, അങ്ങ് അവിടുന്ന് സ്വയവും ഇത് പറയുകയുണ്ടായി. സോ ഞാൻ അങ്ങയെ അല്ലെങ്കിൽ അങ്ങയുടെ സുഹൃത്തായതുകൊണ്ട് അങ്ങയെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടി പറയുകയല്ല, മറിച്ച് ഇതെല്ലാ മുനിമാരും വേദശാസ്ത്രങ്ങളിലും അങ്ങ് സ്വയവും ഇത് പറഞ്ഞു. സോ ഞാനിത് കംപ്ലീറ്റ് കൺവിൻസ്ഡ് ആണ്. സോ അർജുനൻ അത് കംപ്ലീറ്റ്ലി കൺവിൻസ്ഡ് ആയ സ്ഥിതിക്ക്, സോ വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ്
ഫർദർ ഭഗവത്ഗീത അല്ലെങ്കിൽ തുടർന്ന് ഭഗവത്ഗീത പറയുന്നതിന്റെ ആവശ്യകത എന്ത്, ഭഗവാന്റെ വിശ്വരൂപ ദർശനം എന്തിനാണ് കാണിക്കുന്നത്, ഇതിനൊക്കെ നമുക്ക് ആൻസർ നമുക്ക് കിട്ടും ഇന്നത്തെ ഡിസ്കഷനിൽ. വിൽ സീ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടുഡേ. അപ്പം ഈ യൂണിവേഴ്സൽ ഫോം എന്ന് പറയുന്ന അധ്യായത്തില് നമുക്ക് നോക്കാം. ആദ്യം ഒരു സമ്മറി നമുക്ക് നോക്കിയിട്ട് നമുക്ക് അധ്യായത്തിലേക്ക് കടക്കാം. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് 1 മുതൽ 4 വരെയുള്ള ശ്ലോകങ്ങളില് അർജുനൻ ചോദിക്കുകയാണ്, ഭഗവാനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, എനിക്ക് വിശ്വരൂപം ഒന്ന് കാണിച്ചു തരണമേ. എന്തിനു വേണ്ടിയാണ് വിശ്വരൂപം കാണിച്ചു തരുന്നത് എന്നുള്ള വിവരങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ഡിസ്കഷനിൽ നമുക്ക് നോക്കാം. 5 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങളില് ഭഗവാൻ തന്റെ തന്നെ വിശ്വരൂപത്തെ കുറിച്ചിട്ട് ഒന്ന് വർണ്ണിക്കുകയാണ്. അപ്പൊ സഞ്ജയൻ അതിനുശേഷം 9 മുതൽ 14 വരെയുള്ള ശ്ലോകങ്ങളില് സഞ്ജയൻ അർജുനൻ കാണുന്ന വിശ്വരൂപത്തിന്റെ ഡിസ്ക്രിപ്ഷൻ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. 15 മുതൽ 31 വരെയുള്ള അർജുനൻ ആ വിശ്വരൂപത്തെ കണ്ടുകൊണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന് അത് ഫീലിംഗ് ഉണ്ടാവുന്നത്, ആ ഒരു എക്സ്പീരിയൻസ് എന്താണ്, അത് അർജുനൻ നമ്മളോട് ഷെയർ ചെയ്യുകയാണ്. സോ വെൻ ഹി ഈസ് വാച്ചിങ് ദാറ്റ് എന്താ പറയാ, വളരെ വളരെ വിശാലമായ രൂപത്തെ കണ്ടുകൊണ്ട്, ഭയാനകമായ രൂപത്തെ കണ്ടുകൊണ്ട് അർജുനന്റെ ഫീലിങ്സ് അല്ലെങ്കിൽ എങ്ങനെ അർജുനൻ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 32 മുതൽ 34 വരെയുള്ളത് ഭഗവാൻ അർജുനനോട് പറയുകയാണ്, കാലോസ്മി, ഞാൻ സമയമാകുന്നു അർജുന, സമയമാകുന്നു. അപ്പൊ ഇവരെ എല്ലാവരെയും ഞാൻ കൊല്ലും, അല്ലെങ്കിൽ കൊല്ലുന്നതായിട്ട് ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അർജുനന് പറയുകയാണ്, യു ടേക്ക് ദ ക്രെഡിറ്റ്, ഞാനാണ് ഇവരെ എല്ലാവരെയും കൊല്ലുന്നത്, പക്ഷെ നീ അതിൻ്റെ ക്രെഡിറ്റും എടുത്തുകൊള്ളൂ, നീ അതിൻ്റെ ഫലവും കൊയ്തുകൊള്ളൂ. യു ജസ്റ്റ് ബി ആൻ ഇൻസ്ട്രുമെന്റ് ഇൻ മൈ ഹാൻഡ്, നീ എൻ്റെ കയ്യിലെ ഒരു നിമിത്തം മാത്രമായി മാറുക. അത് നീ അല്ല എങ്കിൽ ഞാൻ മറ്റൊരാളെ എടുക്കും. സോ ഇത് നമ്മൾക്കുള്ള ഇൻസ്ട്രക്ഷൻ എന്താണ്? വെൻ വി ഡിസ്കസ് കം ടു ദാറ്റ് പോയിന്റ് വിൽ ഡിസ്കസ് ഓൺ ദിസ് ഡീറ്റെയിൽ ഇൻ ഡീറ്റെയിൽസ്. ഭഗവാനോട് പറയുകയാണ്, യു ബിക്കം മൈ ഇൻസ്ട്രുമെന്റ്, ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാകുക. ഞാൻ ഇതൊക്കെ ചെയ്തു കൊള്ളാം, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊള്ളാം, നീ അതിന്റെ ഇൻസ്ട്രുമെന്റ് മാത്രമായിക്കൊണ്ട്, അല്ലെങ്കിൽ നീ എന്റെ മുന്നിൽ നിന്നുകൊണ്ട് നീ യുദ്ധം ചെയ്യുന്നതായിട്ട് കാണിച്ചാൽ മാത്രം മതി, അഭിനയിച്ചാൽ മാത്രം മതി, എല്ലാവരെയും കൊല്ലുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റു. അപ്പൊ അതിന്റെ ക്രെഡിറ്റും നീ എടുത്തുകൊള്ളുക, അതിന്റെ ഫലവും നീ അനുഭവിച്ചു കൊള്ളുക. സോ ഐ വിൽ ഡു ദ റെസ്റ്റ്. 35 മുതൽ 46 വരെ അർജുനന്റെ പ്രാർത്ഥനയാണ് നമ്മൾ കാണുന്നത്. അർജുനൻ എന്തൊക്കെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 47 മുതൽ 55 വരെ അതായത് ഭഗവാന്റെ ഏത് രൂപത്തെ ദർശിക്കണമെങ്കിലും, വിശ്വരൂപമാണെങ്കിലോ ബ്രഹ്മജ്യോതി ആണെങ്കിലോ എന്താണെങ്കിലും ഭഗവാന്റെ രൂപത്തിൽ, ബ്രഹ്മജ്യോതി പറയുന്നില്ല, ഭഗവാന്റെ രൂപത്തെ ദർശിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്യുവർ ഡിവോഷൻ ആണ്, ശുദ്ധമായ ഭക്തിയാണ്. ആ ഭക്തിയുള്ളവർക്ക് മാത്രമേ ഭഗവാനെ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. സോ അത് വളരെ മനോഹരമായ ഭാഗമാണ് 47 മുതൽ 55 വരെയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം ഇന്നത്തെ അക്രോണിം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? സോ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്, എന്റെ സ്ക്രീൻ കാണാൻ സാധിക്കുന്നുണ്ടോ എല്ലാവർക്കും? സ്ക്രീൻ കാണാം. വെരി ഗുഡ്. സോ ഇത് 10ാമത്തെ അധ്യായം നമ്മൾ ഓൾറെഡി റിവിഷൻ ചെയ്തു. SEE എന്നായിരുന്നു ഇന്നലത്തെ അക്രോണിം. സോഴ്സ്, എസെൻസ്, എവ്രിവെയർ. സോഴ്സ് ഓഫ് എവറിഥിങ്, ഭഗവാൻ ഇസ് എ സോഴ്സ് ഓഫ് എവറിഥിങ്. എസെൻസ് ഓഫ് ഭഗവത്ഗീത, നമ്മൾ ഇതിനെ കുറിച്ച് ഒന്ന് തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ വിൽ ഗോ ടുഡേസ് അക്രോണിം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം നമ്മൾ പറഞ്ഞു വിശ്വരൂപമാണ്. വിശ്വരൂപം. സോ വിശ്വരൂപമായതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ അക്രോണിമാണ് രൂപ, RUPA. സോ റിക്വസ്റ്റ്, അർജുനൻ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഭഗവാൻ ആ വിശ്വരൂപം കാണിക്കുന്നത്. 1 മുതൽ 4 വരെയുള്ള ശ്ലോകങ്ങളിൽ അർജുനന്റെ റിക്വസ്റ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ യു എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഫോം. 5 മുതൽ 14 വരെയുള്ള ശ്ലോകങ്ങളിൽ ആ യൂണിവേഴ്സൽ ഫോമിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രേയേഴ്സ് ഓഫ് അർജുന 15 മുതൽ 45 വരെ എന്ന് പറഞ്ഞു നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ടു. 37 മുതൽ 45 വരെയുള്ള ശ്ലോകങ്ങളിലാണ് അർജുനന്റെ യഥാർത്ഥ പ്രേയേഴ്സ് വരുന്നത്. പക്ഷെ ആ ഭാഗം മുഴുവൻ നമുക്ക് അർജുനന്റെ പ്രേയേഴ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം അർജുനന്റെ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നുണ്ട് അവിടെ. 15 മുതലുള്ള ശ്ലോകങ്ങളിൽ
അർജുനൻ തന്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് എ പ്രേയേഴ്സ്. അർജുനൻ ആ വിശ്വരൂപത്തെ കണ്ടുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ്. ഇടയിൽ കുറച്ച് ശ്ലോകങ്ങൾ ഭഗവാൻ സംസാരിക്കുന്നുണ്ട്. നിന്നെ എന്റെ നീ ഒരു നിമിത്തം മാത്രമായാൽ മതി, ഞാൻ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തോളാം എന്ന് പറയുന്ന ഭാഗങ്ങൾ ഭഗവാൻ കൃഷ്ണൻ അതിനിടയിൽ കുറച്ച് ശ്ലോകങ്ങൾ പറയുന്നുണ്ട്. ബട്ട് ലെറ്റ്സ് കൺസിഡർ അതൊരു പ്രേയേഴ്സ് ഓഫ് അർജുന ആണെന്ന് നമുക്കൊന്ന് സങ്കല്പിക്കാം. തൽക്കാലത്ത് നമുക്ക് അതുകൊണ്ട് അണ്ടർസ്റ്റാൻഡിങ് വേണ്ടി നമുക്ക് എടുക്കാം. സോ അതുകൊണ്ടാണ് P stands for prayers of Arjuna. ശ്ലോക നമ്പർ 15 to 45. Armed form. നമ്മൾ കണ്ടു 47 മുതൽ 45 വരെ 55 വരെ ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് ഭക്തിയാണ് ഭഗവാന്റെ ഏത് രൂപവും കാണുന്നതിനുള്ള പ്രീ ക്വാളിഫിക്കേഷൻ. ഭഗവാന്റെ ഏത് രൂപം ദർശിക്കണമെങ്കിലും അതിന് പ്രീ ക്വാളിഫിക്കേഷൻ ആവശ്യമുണ്ട്. അതാണ് പ്യുവർ ഡിവോഷണൽ സർവീസ് എന്നാണ് നമ്മൾ കണ്ടത്. ആ പ്യുവർ ഡിവോഷണൽ സർവീസ് എന്ന് പറയുന്നതിന്റെ ഒരു ഭാഗമാണ്, അതായത് ഭഗവാന്റെ ആ രൂപത്തെ ദർശിക്കുന്നതിനാണ് ആ ഒരു പ്രീ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ ആ ദർശന രൂപം, ഏത് രൂപത്തെയാണ് നമ്മൾ ദർശിക്കേണ്ടത്? ഇറ്റ്സ് ആംഡ് ഫോം. അത് എങ്ങനെയൊക്കെയുള്ള ആംഡ് ഫോം ആണ് എന്ന് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാം. 46-ാമത്തെ ശ്ലോകത്തിൽ 46 മുതൽ 55 വരെയുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ പറയുന്നത് നമുക്ക് അവിടെ ചെന്നിട്ട് കേൾക്കാം. സോ നമുക്ക് ഇന്നത്തെ ഇതിലേക്ക് ആദ്യം നമുക്ക് തുടക്കത്തിൽ നമുക്ക് പോകാം. അതിനു മുമ്പ് ഓഫ് കോഴ്സ് രൂപ RUPA ഫോർ റിക്വസ്റ്റ്. അതിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് നോക്കാം എന്താണ് യഥാർത്ഥത്തിൽ ഈ ചാപ്റ്റർ 10ഉം 11 തമ്മിലുള്ള കണക്ഷൻ എന്താണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ അധ്യായത്തിൽ 10ാമത്തെ അധ്യായത്തിൽ നമ്മൾ എവിടെയാണ് നിർത്തിയത്? ആഫ്റ്റർ ഹിയറിംഗ് കൃഷ്ണാസ് വേർഡ്സ് ഇൻ ചാപ്റ്റർ 10 that with a single fragment of myself I pervade and support the entire universe. 10ാമത്തെ അധ്യായത്തിൽ 42ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇന്ന് നമ്മൾ റിവിഷൻ പറഞ്ഞ സമയത്ത് പുഷ്പമാതാജി ഒരു പോയിന്റിനെ കുറിച്ച് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. വെരി ഗുഡ്. മാതാജി പറഞ്ഞ അത് വളരെ നല്ലൊരു പോയിന്റ് ആണ്. കാരണം അവിടെ നിന്നാണ് നമുക്ക് 11ാമത്തെ അധ്യായം തുടങ്ങുന്നത്. മാതാജി പറഞ്ഞു ഈ ഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്നത് ചെറിയതൊന്ന് മാത്രമാണ്. ഭഗവാന്റെ ആ വലിയ രൂപത്തിൽ നിന്ന് അതിന്റെ ഒരു അംശം മാത്രമാണ് ഈ പ്രപഞ്ചം എന്ന് മാതാജി പറയുകയുണ്ടായി. അതാണ് ഇതിൽ പറയുന്നത്. വിത്ത് എ സിംഗിൾ ഫ്രാഗ്മെന്റ് ഓഫ് മൈസെൽഫ് ഐ പെർവേഡ് ആൻഡ് സപ്പോർട്ട് ദ എൻറ്റയർ യൂണിവേഴ്സ്. പ്രപഞ്ചം മുഴുവൻ ഞാൻ വ്യാപിച്ചു കിടക്കുകയും അതിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു ഭഗവാൻ. അവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു അധ്യായത്തിന്റെ ആരംഭം. സോ അർജുനൻ അതൊരു സംശയമായി, എങ്ങനെയാണ് അത് ചെയ്യുന്നത്? So although Krishna is driving Arjuna's chariot, he pervades and supports the entire universe. Arjuna therefore wishes to see Krishna's all-pervading form. Thus, after 2 introductory verses, Arjuna asks Krishna to reveal his universal form. അർജുനനോട് ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ഞാൻ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നു അർജുന എന്ന് പറഞ്ഞപ്പോൾ അർജുനൻ പറഞ്ഞു, എന്നാൽ ആ വ്യാപിച്ച് കിടക്കുന്നത് എങ്ങനെയെന്ന് എനിക്കൊന്ന് കാണിച്ചു തന്നാട്ടെ. അതൊരു സംശയാസ്പദമായ ചോദ്യമല്ല. ഓക്കെ, അങ്ങനെ പറഞ്ഞല്ലോ, എന്നാ ഒന്ന് കാണിച്ചു തന്നാട്ടെ എങ്ങനെയാണെന്ന്. ഇറ്റ്സ് നോട്ട് ഇൻ എ ചലഞ്ചിങ് സ്പിരിറ്റ്. അതൊരു ചലഞ്ചിങ് സ്പിരിറ്റ് അല്ല. അതൊരു എന്താ പറയാ, ഒരു വെല്ലുവിളിയായിട്ടുള്ള രീതിയിലുള്ള ചോദ്യമല്ലായിരുന്നു അർജുനന്റെ. മറിച്ച് അർജുനൻ ചോദിക്കുന്നതിന് മറ്റൊരു ഉദ്ദേശമുണ്ട്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. നമുക്ക് തുടർന്ന് ഉള്ള ക്ലാസ്സുകൾ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവും. സോ 1 മുതൽ 4 വരെയുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നോക്കാം. 1ാമത്തെ ശ്ലോകം, അധ്യായം 11, വിശ്വരൂപം. അർജുന ഉവാച മദനുഗ്രഹായ പരമം ഗുഹ്യം അധ്യാത്മ സഞ്ചിതം തതം സംജിതം യത്വയോക്തം വചസ്തേന മോഹോയം വിഗതോ മമ. മോഹോയം വിഗതോ മമ. മൈ ഇല്യൂഷൻ ഈസ് ഡിസ്പെൽഡ്. അല്ലെങ്കിൽ അതിന് വിവർത്തനത്തിൽ ഭഗവാൻ ചില പ്രഭുപാദ് പറയുന്നത്, അർജുനൻ പറഞ്ഞു, പരമഗുഹ്യങ്ങളായ ആധ്യാത്മിക വിഷയങ്ങളെ കുറിച്ച് അങ്ങ് എനിക്ക് ദയാപൂർവം നൽകിയ ഉപദേശങ്ങൾ കേട്ടതിനാൽ എന്റെ വ്യാമോഹങ്ങൾ ഇപ്പോൾ തീർന്നിരിക്കുന്നു. നമുക്കറിയാം ഭഗവത്ഗീതയുടെ ആരംഭം അല്ലെങ്കിൽ തുടക്കം തന്നെ അർജുനൻ ഉണ്ടാകുന്ന ഒരു മോഹം കൊണ്ടാണ്. ഈ മോഹവലയത്തിൽപ്പെട്ട അർജുനൻ യുദ്ധം ചെയ്യുന്നില്ല കൃഷ്ണ എന്ന് പറഞ്ഞപ്പോ അർജുന നീ ചെയ്യുന്നത് ശരിയല്ല,
നിന്റെ ധർമ്മമാണ്, നീ യുദ്ധം ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഭഗവത്ഗീത തുടങ്ങിയത്. അപ്പൊ ഇവിടെ അർജുനൻ പറയുകയാണ്, എന്റെ വ്യാമോഹങ്ങൾ ഇപ്പോൾ തീർന്നിരിക്കുന്നു എന്ന് ട്രാൻസ്ലേഷനിൽ പറയുന്നെങ്കിലും അതൊരു പ്രോപ്പർ യൂസേജ് അല്ല. കാരണം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സംസ്കൃത പദം എന്ന് പറഞ്ഞാൽ മോഹോയം വിഗതോ മമ, എന്റെ വ്യാമോഹം പോയി എന്നാണ്. വിഗത എന്ന് പറഞ്ഞാൽ പോയി എന്നാണ്. അതില് ആ ഭഗവത്ഗീത കയ്യിലുള്ളവരെ ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ വാക്കുകളുടെ അർത്ഥം കൊടുത്തിരിക്കുന്ന ഭാഗത്ത് അവസാന വാക്ക് അയം മോഹ, ഈ മോഹം വിഗതഹ, വിഗതമായിരിക്കുന്നു, ബ്രാക്കറ്റിൽ പോയിരിക്കുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ അങ്ങനെ ഭഗവത്ഗീതയുടെ ആരംഭം അർജുനന്റെ മോഹം കൊണ്ടാണ് എങ്കിൽ, ഈ മോഹം പോയി എങ്കിൽ, അങ്ങനെയെങ്കിൽ ഭഗവത്ഗീത അവിടെ വേണേ നിർത്താമായിരുന്നു ഭഗവാൻ കൃഷ്ണന്. പക്ഷെ ഭഗവാന് മനസ്സിലായി ഈ പോയ മോഹം ഒരുപക്ഷെ തിരിച്ചു വരാം, ഇറ്റ് മേ കം ബാക്ക്. അതുകൊണ്ട് ഭഗവാൻ മനസ്സിലായി അർജുനന്റെ സംശയം പൂർണ്ണമായും നശിച്ചു പോയിട്ടില്ല. സോ ലെറ്റ് മീ കണ്ടിന്യൂ. അതാണ് മോഹോയം വിഗതോ മമ എന്ന് പറയുന്ന, എന്റെ മോഹം പോയിരിക്കുന്നു എന്ന് അർജുനൻ പറഞ്ഞിട്ടും കൃഷ്ണന് മനസ്സിലായി ഇത് പോയിരിക്കുന്ന മോഹം ഒരുപക്ഷെ തിരിച്ചു വരാം, അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു എന്നാണ് ഭഗവാൻ ഇവിടെ മനസ്സിലാക്കിയത്. രണ്ടാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? ശ്രുതൗ വിസ്തരസോ മയാ, ശ്രുതൗ വിസ്തരസോ മയാ തത്വ കമലപത്രാക്ഷ മാഹാത്മ്യ അഭി ചാവ്യയം. അല്ലയോ കമലാക്ഷ, ജീവജാലങ്ങളുടെ ഉദയാസ്തമയങ്ങളെ കുറിച്ച് വിശദമായി ഞാൻ അങ്ങയിൽ നിന്ന് കേട്ടു കഴിഞ്ഞു. അങ്ങയുടെ വർണ്ണിച്ചു തീർക്കാനാവാത്ത വൈഭവങ്ങളെ ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. സോ ഐ ഡിസയർ ടു സീ യുവർ യൂണിവേഴ്സൽ ഫോം. ദ്രഷ്ടും ഇച്ഛാമി തേ രൂപം. എന്താണ്? ഏവമേതത് യഥാർത്ഥത്വം ആത്മാനം പരമേശ്വര ദൃഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വര്യം പുരുഷോത്തമ. എങ്ങനെയുള്ള രൂപം കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ദൃഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വര്യം പുരുഷോത്തമ. സർവ ഐശ്വര്യങ്ങളോടും കൂടിയ ആ രൂപത്തെ കാണണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് കൃഷ്ണ എന്ന് അർജുനൻ ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. തുടർന്ന് പറയുന്നു, ഇഫ് യു തിങ്ക് ഐ ക്യാൻ ബിഹോൾഡ്, എനിക്കത് കണ്ടു നിൽക്കാൻ സാധിക്കും എന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ കൃഷ്ണ, യു പ്ലീസ് ഷോ മീ. മന്യസേ യതി തച്ഛക്യം മയാ ദൃഷ്ടും ഇതി പ്രഭോ യോഗേശ്വര തതോ മേ ത്വം ദർശയാത്മാനമവ്യയം. പ്രഭോ, അങ്ങയുടെ വിശ്വരൂപം കാണുവാനുള്ള കരുത്ത് എനിക്കുണ്ടെന്ന് അങ്ങ് കരുതുന്നുവെങ്കിൽ, അല്ലയോ സർവേ യോഗേശ്വര, ദയവായി ആ നിസ്സീമ വിശ്വരൂപം എനിക്ക് കാണിച്ചു തരണമേ. അപ്പം അർജുനൻ അവിടെ പറയുകയാണ്, അർജുനന് മനസ്സിലായി, ദാറ്റ് ഇസ് കോൾഡ് ഹംബിൾനെസ്. അർജുനൻ ഭഗവാന്റെ ഉത്തമ സുഹൃത്താണ്. എന്നിട്ടും അർജുനൻ ഭഗവാനോട് പറയുകയാണ്, ഭഗവാനെ, അങ്ങേക്ക് തോന്നുന്നു എനിക്കിത് കണ്ടു നിൽക്കാൻ സാധിക്കും എന്ന്, അല്ലെങ്കിൽ കാണാനുള്ള കരുത്ത് എനിക്കുണ്ട് എന്ന് അങ്ങേക്ക് തോന്നുന്നുവെങ്കിൽ ദയവായി ആ രൂപം എന്നെ കാണിച്ചു തന്നാലും. ആധ്യാത്മിക തലത്തില് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹംബിൾനെസ്. അതായത് ആ ഒരു എളിമയോടുകൂടി നമ്മൾ എന്ത് കാര്യവും ചോദിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. സോ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് അർജുനൻ ഇവിടെ ഭഗവാനോട് ഈ ചോദ്യം ചോദിക്കുന്നത്. അതിന് ഭഗവാന്റെ മറുപടി എന്താണ്? അതാണ് നമ്മളുടെ സെക്കൻഡ് ലെസൺ ടുഡേ, ദാറ്റ് ഈസ് യൂണിവേഴ്സൽ ഫോം. 5 മുതൽ 14 വരെയുള്ള ശ്ലോകങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു വിവരണം നൽകുകയാണ്. ഈസ് നോട്ട് സ്റ്റിൽ ഷോയിങ്, കാണിക്കുന്നില്ല, പക്ഷെ അതിനൊരു വിവരണം നൽകുകയാണ്. ചെറുതായിട്ട് ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നത് മനസ്സിലാക്കാൻ എന്താ നോക്കാന്ന്. ശ്രീ ഭഗവാൻ ഉവാച പശ്യമേ പാർത്ഥരൂപാണി ശതശോ അഥ സഹസ്രശഃ നാനാവിധാനി ദിവ്യാനി
നാനാവർണാകൃതീനച ഉദീനിച. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, പ്രിയപ്പെട്ട അർജുന, പല വർണ്ണങ്ങളിലും പല ആകൃതികളിലുമുള്ള എന്റെ 1000 ദിവ്യരൂപങ്ങൾ നീ കണ്ടുകൊള്ളൂ. സോ അവിടെ ഭഗവാൻ അർജുനോട് പറയുകയാണ്, എന്റെ പലതരത്തിലുള്ള രൂപങ്ങൾ നീ കണ്ടുകൊള്ളൂ. സോ ഇവിടെ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? Give me 1 second. Okay, so Arjuna wants to reveal Krishna's reality to others, so he wants Krishna to show universal form. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ക്ലാസിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അർജുനൻ ആ 10ാമത്തെ അധ്യായത്തില് ഭഗവാൻ, അതുപോലെ 8ാമത്തെ മുതൽ അധ്യായങ്ങളിൽ നമ്മൾ കണ്ട കാഴ്ചകൾ ഭഗവാനെ കുറിച്ച് കംപ്ലീറ്റ് കൺവിൻസിങ് അർജുനനായി. പക്ഷെ എങ്കിലും മറ്റുള്ളവർക്കൊരു തോന്നൽ ഉണ്ടാകാം, അർജുനൻ ഭഗവാന്റെ ഒരു സുഹൃത്താണ്, അതുകൊണ്ടാണ് കുറച്ച് പുകഴ്ത്തി പറഞ്ഞത്, അതുകൊണ്ട് അർജുനൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്, ഭഗവാൻ പരംപുരുഷോത്തമനാണെന്ന് അർജുനൻ മനസ്സിലാക്കി. സോ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അർജുനന്റെ സുഹൃത്തു കൂടിയാണ് കൃഷ്ണൻ. ആ ഒരു കൺസിഡറേഷൻ ഉണ്ടോ? ആ ഒരു സംശയം ഈ കേൾക്കുന്ന അല്ലെങ്കിൽ ഭഗവത്ഗീത വായിക്കുന്ന ആർക്കെങ്കിലും അത് മനസ്സിൽ ഉണ്ടെങ്കിൽ അതിനൊരു അറുതി ആയിക്കൊള്ളട്ടെ എന്ന ഉദ്ദേശത്തോടുകൂടി ഇനി വരാനിരിക്കുന്ന ജനറേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് അർജുനൻ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ടാണ് അർജുനൻ ആ വിശ്വരൂപം കാണിക്കാനായിട്ട് ഭഗവാനോട് ആവശ്യപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. Arjuna can already see lovingly the eternal two-handed form of Krishna. He has prema chakshu. Now Krishna gives him celestial eyesight of demigods to see universal form. Arjuna needed to downgrade his vision to see universal form. നമ്മള് ഭഗവത്ഗീതയിൽ ഇനി മുമ്പോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഭഗവാൻ അർജുനന് ദിവ്യ ചക്ഷുസ് പ്രദാനം ചെയ്തിട്ടാണ് ഭഗവാന്റെ ആ വിശ്വരൂപം അർജുനനെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഒരു കൺസെപ്റ്റിൽ നോക്കുമ്പോൾ നമ്മളുടെ ദൃഷ്ടിക്ക് മുകളിലുള്ള ഒരു ദൃഷ്ടി പ്രദാനം ചെയ്യുക, അതാണ് സെലസ്റ്റിയൽ ഐസ്. ഇപ്പൊ ഞാൻ ഈ കണ്ണാടി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സ്ക്രീനിലുള്ളത് ക്ലിയർ ആയിട്ട് കാണത്തില്ല. സോ ഐ നീഡഡ് എ ഗ്ലാസ് ടു റീഡ് ഇറ്റ് ക്ലിയർലി എന്ന് പറഞ്ഞതുപോലെ അർജുനന്റെ സാധാരണ കണ്ണുകളാണെങ്കിൽ അതിൽ നിന്ന് സെലസ്റ്റിയൽ ഐസ് കൊടുത്തെങ്കിലേ അർജുനൻ ആ വിശ്വരൂപം കാണാൻ സാധിക്കത്തുള്ളൂ എന്ന് നമ്മൾ ധരിക്കുന്നുണ്ടെങ്കിൽ സ്മോൾ കറക്ഷൻ നീഡ്, ചെറിയൊരു തിരുത്ത് അവിടെ ആവശ്യമുണ്ട്. കാരണം അത് നമ്മൾ താഴേക്ക് പോകുമ്പോൾ 47 മുതൽ 55 വരെയുള്ള ശ്ലോകം കാണുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒന്നുകൂടെ മനസ്സിലാക്കാം. പക്ഷെ ഇപ്പോൾ ഫോർ ദ ടൈം ബീങ് ഒരു കാര്യം മനസ്സിലാക്കുക, അർജുനൻ ഉണ്ടായിരുന്നത് പ്രേമചക്ഷുവാണ്. എന്തുകൊണ്ടാണ് ഈ പ്രേമചക്ഷു? നിങ്ങളിത് ഈ പദം ഒന്ന് ഓർത്തിരിക്കുക, ഒന്ന് എഴുതി വെച്ചുകൊള്ളുക, പേനയും പേപ്പറും ഉള്ളവര് ഒന്ന് എഴുതി വെക്കുക. പ്രേമചക്ഷു അർജുനൻ ഓൾറെഡി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ആക്ച്വലി അർജുന നീഡഡ് ടു ഡൗൺഗ്രേഡ് ഹിസ് വിഷൻ. അപ്പൊ പ്രേമചക്ഷുവിൽ നിന്ന് ദിവ്യചക്ഷുവിലേക്ക് താഴത്തേക്ക് കൊണ്ടുവരികയായിരുന്നു ഭഗവാൻ കൃഷ്ണ അർജുനന് ചെയ്തത്. അങ്ങനെയാണ് സെലസ്റ്റിയൽ ഐസ് അല്ലെങ്കിൽ ദിവ്യ ചക്ഷുസ് ഭഗവാൻ അർജുനന് നൽകിയത്, സോ ദാറ്റ് ഹി കുഡ് സീ വിശ്വരൂപം. എന്തുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ ഈ ഒരു കമന്റ് നമ്മുടെ ആചാര്യന്മാർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് 47ാമത്തെ ശ്ലോകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി. 47 മുതൽ 55 വരെയുള്ള ശ്ലോകങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ബട്ട് ഫോർ ദ ടൈം ബീങ് ഇത് മനസ്സിലാക്കുക, ഇത് മനസ്സിൽ നിന്നിരിക്കട്ടെ. ഓക്കെ, നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം താഴേക്ക് പോകുമ്പോൾ. Those who claim that they are God must show universal form to prove their claim. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഒരുപാട് മാൻ ഗോഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ മനുഷ്യർ തന്നെ താൻ ദൈവമാണ് എന്ന് ക്ലെയിം ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവരോട് പറയുക, നിങ്ങള് ഭഗവാനാണ് എന്ന് ഞാൻ അംഗീകരിക്കാം, there is no problem for me. പക്ഷെ അതിന് ചെറിയൊരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? എന്നെ വിഷ്ണുവും ഒന്ന് കാണിച്ചു തരുമോ? താങ്കൾ കൃഷ്ണനാണ് എങ്കിൽ എനിക്കത് അംഗീകരിക്കുന്ന ഒരു വിരോധവുമില്ല. അങ്ങനെയെങ്കിൽ അങ്ങ് എനിക്ക് വിശ്വരൂപം ഒന്ന് കാണിച്ചു തന്നാട്ടെ, അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കാം. ഭഗവാൻ കൃഷ്ണൻ കാണിച്ചു. കൃഷ്ണ വാസ് ഹിയർ,
5000 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ കൃഷ്ണൻ ഉണ്ടായിരുന്നു ഇവിടെ. അതിന് അദ്ദേഹം ഭഗവാൻ 2 പ്രാവശ്യം യഥാർത്ഥത്തിൽ വിശ്വരൂപം കാണിക്കുകയുണ്ടായി. സോ അങ്ങനെ ഒരു പ്രാവശ്യം കാണിച്ചു തരുമ്പോൾ ഞാൻ അങ്ങനെ വിശ്വസിക്കാം. A pure devotee in transcendental loving relationship with Krishna is not attracted to the universal form. കാരണം ഭഗവാന്റെ ഒരു ഉത്തമ ഭക്തൻ എന്ന നിലയിൽ ഒരു വ്യക്തി ഒരിക്കലും ഭഗവാന്റെ വിശ്വരൂപം കാണാൻ ആഗ്രഹിക്കുകയില്ല. നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നുകൂടെ മനസ്സിലാക്കാം എന്താണ് എന്നുള്ളത്. Let's see later in the coming verses we'll understand it more. Okay, now see my opulences. കൃഷ്ണൻ അർജുനോട് പറയുകയാണ്, പശ്യമേ പാർത്ഥ രൂപാണി, പശ്യമേ പാർത്ഥ രൂപാണി, എന്റെ രൂപം നീ കണ്ടാലും. ബിഹോൾഡ് ദ മെനി വണ്ടർഫുൾ തിങ്സ് ബഹൂനി അദൃഷ്ടപൂർവാണി പശ്യശ്ചാര്യാണി ഭരത. ഭാരതശ്രേഷ്ഠ, ഇതാ ആദിത്യൻ, വസുക്കൾ, രുദ്രന്മാർ, അശ്വനി ദേവന്മാർ, മരുത്തുക്കൾ, ദേവതമാർ തുടങ്ങി ഇതിനു മുൻപ് മറ്റാരും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത അത്യാശ്ചര്യങ്ങൾ പലതും ദർശിച്ചുകൊള്ളൂ. ഈ പറഞ്ഞതിൽ ആരും കണ്ടിട്ടില്ല, ഇതിനു മുമ്പ് മറ്റാരും കണ്ടിട്ടില്ലാത്ത ഒരു രൂപമാണ്, കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത അത്യാശ്ചര്യങ്ങൾ പലതും ദർശിച്ചുകൊള്ളൂ. വളരെ ആശ്ചര്യജനകമായ പല കാര്യങ്ങളും നീ കണ്ടുകൊള്ളൂ. സീ വിത്തിൻ മൈ ബോഡി വാട്ട് എവർ യു വിഷ് ടു സീ. നീ എന്തൊക്കെ ആഗ്രഹിക്കുന്നോ അതെല്ലാം നിനക്ക് എന്റെ ഈ കാണുന്ന ശരീരത്തിൽ നിന്ന് കാണാൻ സാധിക്കും. ഇഹൈകസ്ഥം ജഗത് കൃത്സ്നം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഢാകേശ യച്ഛാന്യത് ദൃഷ്ടുമിച്ഛസി. നിനക്ക് ആഗ്രഹം എന്തൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നോ അതെല്ലാം നിനക്ക് എന്റെ ഈ ശരീരത്തിൽ കാണാൻ സാധിക്കും എന്നാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്. ഐ വിൽ ഗിവ് യു ഡിവൈൻ ഐസ് ദിവ്യം ദദാമി തേ ചക്ഷു. ഇത് കാണുന്നതിനുള്ള സെലസ്റ്റിയൽ ഐസ് അല്ലെങ്കിൽ ദിവ്യ ദൃഷ്ടി ഞാൻ നിനക്ക് നൽകുന്നു. സോ നമ്മൾ വിചാരിക്കുന്നു അർജുനന് തൽക്കാലം അർജുനുള്ള കണ്ണുകളിൽ നിന്ന് ഉയർന്ന ദൃഷ്ടിയാണ് നൽകുന്നത് എന്നൊരു തെറ്റിദ്ധാരണ നമ്മളിലുണ്ട്. നമ്മളെ സംബന്ധിച്ച് നോക്കിയാൽ ദാറ്റ്സ് എ ഹയർ പെർസെപ്ഷൻ, അല്ലെങ്കിൽ ഒരു ദിവ്യമായ ദൃഷ്ടി അല്ലെങ്കിൽ മുകളിലുള്ള ദൃഷ്ടിയാണ്. പക്ഷെ അർജുനനെ സംബന്ധിച്ച് ഇറ്റ് വാസ് ഡൗൺ ഗ്രേഡിങ്. അത് നമുക്ക് പിന്നെ കാണാൻ നമ്മൾ പറഞ്ഞു. സോ നൗ കൃഷ്ണ ഈസ് ഷോയിങ് ദ വിശ്വരൂപ. 2 തരത്തിലുള്ള രൂപങ്ങൾ ഭഗവാൻ കാണിക്കുന്നുണ്ട്. ഈ 2 തരത്തിലുള്ള രൂപങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓരോരോ ശ്ലോകങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വേഴ്സസില് 10 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങളിൽ അർജുന വിറ്റ്നസസ് കൃഷ്ണാസ് യൂണിവേഴ്സൽ ഫോം ഓഫ് ഒപ്പുലൻസസ് ആസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ചാപ്റ്റർ 10. ഹൗ കൃഷ്ണ പെർവേർട്സ് എൻറ്റയർ മെറ്റീരിയൽ മാനിഫെസ്റ്റേഷൻ. അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാ ഭാവ സമന്വിതഃ. സോ എല്ലായിടത്തും ഭഗവാൻ വ്യാപിച്ചു കിടക്കുന്നു എന്ന് നമുക്ക് 10ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു. ഭഗവാന്റെ ഐശ്വര്യ സമ്പൂർണമായ കാര്യങ്ങൾ അവിടെ നമ്മൾ ഓരോരോ രൂപത്തിലും അല്ലെങ്കിൽ ഓരോരോ കാറ്റഗറിയിലും ഹയസ്റ്റ് ഭഗവാനാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഭഗവാൻ അവിടെ ഡിസ്ക്രൈബ് ചെയ്തതായിട്ട് നമ്മൾ കണ്ടു. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അപ്പൊ അതിൽ കണ്ട കാര്യം അർജുനനോട് ഇവിടെ ഭഗവാൻ പറയുകയാണ്, എന്റെ ഈ രൂപത്തിൽ കണ്ടുകൊള്ളൂ. നീ എന്തൊക്കെ കാണാനാണ് ആഗ്രഹിച്ചത് അതെല്ലാം എന്റെ ഈ രൂപത്തിൽ കണ്ടുകൊള്ളൂ എന്ന് കൃഷ്ണൻ ഇവിടെ പറയുകയാണ്. അതാണ് വിശ്വരൂപത്തിൽ 10 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ മറ്റൊരു കാര്യം കാണിച്ചു തരുന്നുണ്ട്. എന്താണ്? കാലരൂപ. സ്റ്റാർട്ടിംഗ് വിത്ത് വേഴ്സ് 20, അർജുന ഡിസ്ക്രൈബ്സ് ഹിസ് വിഷൻ ഓഫ് ലോർഡ്സ് കാലരൂപ, form of time, how Lord pushes all material entities towards destruction. എന്തൊക്കെയാണ് ഈ കാലരൂപം എന്ന് പറയുന്നത്? എങ്ങനെ ഇതെല്ലാം ഭഗവാന്റെ സമയം എന്ന കാലരൂപത്തിലേക്ക് ചെന്ന് അവസാനമാകുന്നു? അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ് നമുക്ക്
20-ാമത്തെ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 9-ാമത്തെ ശ്ലോകത്തില് നമുക്ക് നോക്കാം എവിടെ നിന്നാണ് തുടങ്ങുന്നത്. സഞ്ജയ ഉവാച്ച, അത് സഞ്ജയൻ പറയുകയാണ്. അർജുനൻ കാണുന്ന രൂപത്തിനെ സഞ്ജയൻ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുകയാണ് ധൃതരാഷ്ട്രൻ. സഞ്ജയ ഉവാച്ച ഏവ മുക്ത്വാ തതോ രാജൻ മഹായോഗേശ്വരോ ഹരി ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം. ഏവ മുക്ത്വാ തതോ രാജൻ മഹായോഗേശ്വരോ ഹരി ദർശയാമാസ പാർത്ഥായ. ഇതാണ് പാർത്ഥൻ കണ്ട രൂപം. സഞ്ജയൻ പറഞ്ഞു, അല്ലയോ രാജാവേ, ഇങ്ങനെ പറഞ്ഞിട്ട് യോഗേശ്വരനായ കൃഷ്ണ ഭഗവാൻ തന്റെ ദിവ്യമായ വിശ്വരൂപം അർജുനനെ പ്രത്യക്ഷപ്പെടുത്തി. സോ ഇവിടെ കണ്ടു തുടങ്ങുകയാണ് അർജുനൻ. 11-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, അനേക വക്ത്ര നയന അനേകാദ്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകോ ഓദ്യതായുധം ദിവ്യമാല്യാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. അപ്പൊ ഇവിടെ അർജുനൻ കണ്ട കാര്യത്തെ എങ്ങനെയാണ് സഞ്ജയൻ അവിടെ നിന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ആ വിശ്വവ്യാപ്തമായ രൂപത്തിൽ എണ്ണമറ്റ മുഖങ്ങളും കണ്ണുകളും എണ്ണമറ്റ അത്ഭുത ദൃശ്യങ്ങളും അർജുനൻ കണ്ടു. അനേകം ദിവ്യാഭരണങ്ങളാൽ അലങ്കൃതമായ ആ രൂപം അനേകം ദിവ്യായുധങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നു. ദിവ്യങ്ങളായ പുഷ്പമാല്യങ്ങളും വസ്ത്രങ്ങളും അണിഞ്ഞിരുന്നു. ദിവ്യങ്ങളായ ഗന്ധദ്രവ്യങ്ങൾ ശരീരത്തിൽ പൂശിയിരുന്നു. അത്ഭുതാവഹവും തേജോമയവും അമേയവും സർവവ്യാപ്തവുമായിരുന്നു ആ രൂപം. സോ അർജുനൻ കണ്ട ആ രൂപം ഇവിടെ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആര്? സഞ്ജയൻ ധൃതരാഷ്ട്ര പറഞ്ഞു കൊടുക്കുന്നു. സോ അർജുനൻ കാണുകയാണ്. ദിവി സൂര്യ സഹസ്രസ്യ ഭവേദ്യുഗപദുദ്ധിത യദി ഭാ സദൃശീ സ്യാത് ഭാവസസ്ത്യസ്യ മഹാത്മനഃ. The effulgence of the universal form ഭാസസ്തസ്യ മഹാത്മനഃ. വളരെ വിശാലമായ, അല്ലെങ്കിൽ 1000 സൂര്യന്മാർ ഒരേ സമയം ഉദിക്കുകയാണ് എങ്കിൽ ഉളവാകുന്ന പ്രകാശത്തോട് തുല്യമായിരുന്നു ആ വിശ്വാത്മകമായ ഭഗവത് രൂപത്തിന്റെ പ്രഭാപൂരം. അത്രയും ഇഫൾജന്റ് ആയിട്ട്, അല്ലെങ്കിൽ അത്രയുമുള്ള പ്രകാശമയം നൽകുന്നതായ രൂപമായിരുന്നു ഭഗവാന്റെ. അത് ആണ് അർജുനൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തത്രൈകസ്ഥം ജഗത് കൃഷ്ണം പ്രവിഭക്ത മനേകഥ അപശ്യ ദേവസ്യ ശരീരേ പാണ്ഡവസ്തത. വിശ്വാത്മകമായ ആ ഭഗവത് രൂപത്തിൽ അപരിമേയമായ പ്രപഞ്ചത്തിന്റെ നാനാ വിഭാഗങ്ങളും ഒരേ സമയം അർജുനന് കാണാൻ സാധിച്ചു. ഒരേ സമയം അർജുനത് കാണാൻ സാധിക്കുകയാണ്. പല പല രൂപങ്ങൾ, വിശ്വാത്മകമായ ആ ഭഗവത് രൂപത്തിൽ അപരിമേയമായ പ്രപഞ്ചത്തിന്റെ നാനാ വിഭാഗങ്ങളും. സോ അർജുൻ അവിടെ എല്ലാം കാണാൻ സാധിക്കുകയാണ് ചെയ്യുന്നത്. അർജുനൻ ഇത് കണ്ടിട്ട് എന്ത് ചെയ്തു അവിടെ? അതാണ് ഇനി അർജുനന്റെ പ്രാർത്ഥന എന്ന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. അർജുൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ. 15-ാമത്തെ ശ്ലോകത്തിൽ അർജുനന്റെ പ്രേയേഴ്സ്. ടുഡേസ് ലെസൺ നമ്പർ 3 ഈസ് പ്രേയേഴ്സ് ഓഫ് അർജുന. 15 മുതൽ 45 വരെ ശ്ലോകങ്ങൾ. അതിൽ പല കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അർജുനൻ കാണുന്ന സമയത്ത് അർജുനൻ സ്വയം എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളും ഇവിടെ പ്രാർത്ഥനാ രൂപത്തിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ നമുക്ക് നോക്കാം. അർജുന ഉവാച പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാംസ്തഥാ ഭൂതവിശേഷ സംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീംശ്ച സർവാനുരംഗാശ്ച ദിവ്യാൻ. അർജുനൻ പറഞ്ഞു, കൃഷ്ണ, അവിടുത്തെ ശരീരത്തിൽ സകല ദേവന്മാരെയും മറ്റു സകല ജീവജാലങ്ങളെയും ഞാൻ കാണുന്നു. മാത്രമല്ല താമരപ്പൂവിൽ
ഇരുന്നരുളുന്ന ബ്രഹ്മദേവൻ, അതുപോലെ ശിവൻ, ഋഷികൾ, ദിവ്യ സർപ്പഗണങ്ങൾ എന്നിവരെയും ഞാൻ കാണുന്നു. 15 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളില് അർജുനന്റെ റിയലൈസേഷൻ, വിശ്വരൂപം കാണുമ്പോൾ ഉണ്ടാകുന്ന അർജുനന്റെ ഭാവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുകയാണ്. അനേകബാഹൂദുരവക്ത്ര നേത്രം പശ്യാമി ത്വാം സർവതോനന്ദരൂപം നാന്തം ന മധ്യം ന പുനസ്തവാദ്യം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. അല്ലയോ ജഗന്നാഥ വിശ്വരൂപ, അങ്ങയുടെ ശരീരത്തിൽ എല്ലായിടത്തും എണ്ണമറ്റ കൈകളും ഉദരങ്ങളും വായകളും കണ്ണുകളും ഉരുത്തിരിഞ്ഞു വരുന്നു. ഇവയ്ക്ക് അവസാനമില്ല, ആദിയോ മധ്യമോ അന്തമോ കാണുന്നില്ല. അർജുനൻ അത് കണ്ടിട്ടെല്ലാം അന്തം വിട്ടിരിക്കുകയാണ്, അന്താളിച്ചു പോയി. കാരണം മനസ്സിലാകുന്നില്ല, ഇത്രയും വലിയൊരു രൂപം ആണ് താൻ ദർശിക്കുന്നത്. കിരീടിനം ഗദിനം ചക്രിണം ച തേജോ രാശിം സർവതോ ദീപ്തിമന്തം പശ്യാമി ത്വാം ദുർനിരീക്ഷം സമന്താത് ദീപ്താനർക്കൽ ആർക്ക അദ്യുതിമപ്രമേയം. ആളിക്കത്തുന്ന അഗ്നിയുടെയും മധ്യാഹ്ന സൂര്യന്റെയും പ്രകാശം പോലെ ചൂഴപ്പരക്കുന്നതിനും കണ്ണഞ്ചിക്കുന്നതുമായ മഹാജ്യോതിസ് കൊണ്ട് ദുർദൃശ്യമാണ് അങ്ങയുടെ ഈ രൂപം. ദുർദൃശ്യമാണ് അങ്ങയുടെ രൂപം. എങ്കിലും അനേക വിധത്തിലുള്ള കിരീടങ്ങളും ഗദകളും ചക്രങ്ങളും ധരിച്ച തേജോമയമായ ഈ രൂപം ഞാൻ എവിടെയും കാണുന്നു. ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം ത്വമവ്യയ ശാശ്വത ധർമ്മഗോപ്ത സനാതനസ്ത്വം പുരുഷോ മതോ മേ. ആദിമമായ പരമലക്ഷ്യം അങ്ങാണ്. ഈ ജഗത്തിന്റെ അന്തിമ വിശ്രമസ്ഥാനവും അങ്ങ് തന്നെ. അവ്യയനും പുരാതനനും ശാശ്വത ധർമ്മത്തിന്റെ സംരക്ഷകനുമായ ചിത് പുരുഷൻ അങ്ങാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് അർജുനന് ഉണ്ടാകുന്ന ഫസ്റ്റ് ഒരു ഇംപ്രഷൻ, അല്ലെങ്കിൽ വിശ്വരൂപം കണ്ടിട്ടുണ്ടാകുന്ന ഒരു ഇംപ്രഷൻ, റിയലൈസേഷൻ. അതാണ് മുമ്പ് കണ്ടു, അതിനുശേഷം കണ്ട ഒരു രൂപം എന്ന് പറഞ്ഞാൽ കാലരൂപമാണ്. എന്താണ് അർജുനൻ കണ്ട കാലരൂപം? എല്ലാത്തിനെയും ഡിവാസ്റ്റേറ്റ് ചെയ്യുകയാണ്. അവിടെ നമുക്കൊരു 2 രൂപത്തിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിൽ ഗോ ടു ദാറ്റ്. സോ ഹിയർ ഈ 2 രൂപം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. നമുക്ക് അതിലേക്ക് പോകാം. സോ 15, 16, 17, 18, 19. സോ ഈ ഒരു രൂപം എന്ന് പറയുന്നത് അർജുന എക്സ്പ്രസസ് ഹിസ് pitiful state in the next 2 verses, so that the Lord will withdraw this ferocious form. ഇതൊരു കാല രൂപമാണ്. ഇത് കണ്ടു കഴിഞ്ഞിട്ട് അർജുനൻ ഭയക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും. So let's see what is Arjuna. അനാദിമധ്യാന്തമനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്തഹുദാശവക്ത്രം സ്വതേജസാ വിശ്വമിദം തപന്തം. സൂര്യനും ചന്ദ്രനും ഭഗവാന്റെ നേത്രങ്ങളായിട്ട് അനാദിമധ്യാന്തം, ആദ്യവും അവസാനവും മധ്യവും ഒന്നുമില്ലാത്ത ഒരു രൂപമാണ്. നമ്മൾ അങ്ങനെ ഒരു രൂപം നമ്മുടെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? ഐ സീ ബ്ലേസിംഗ് ഫയർ എമിനേറ്റിംഗ് ഫ്രം യുവർ മൗത്ത് ദീപ്ത ഹുദാശ വക്ത്രം. ഭഗവാന്റെ വായിൽ നിന്ന് അങ്ങനെ തീ ജ്വലിക്കുകയാണ്. യു ആർ സ്പ്രെഡ് ത്രൂ ഔട്ട്, എല്ലായിടത്തും ദ്യാവാപൃഥി വ്യോരി മദന്തരം ഹി വ്യാപ്തം ത്വദൈകേന ദിശശ്ച സർവ ദൃഷ്ട്വാദ്ഭുതം രൂപമുഗ്രം തവേദം ലോകത്രയം പ്രവൃത്തിതം മഹാത്മൻ. അങ്ങ് ഏകനാണെങ്കിൽ കൂടി ഭൂമി ആകാശങ്ങളും സർവദിക്മുഖങ്ങളും അങ്ങയാൽ വ്യാപരിക്കപ്പെട്ടിരിക്കുന്നു. സർവോത്തമ ആശ്ചര്യകരവും ദയാവഹവുമായ ഈ രൂപം കണ്ടിട്ട് 3 ലോകങ്ങളും സംഭ്രാന്തി കൊള്ളുന്നു. 3 ലോകങ്ങളും സംഭ്രാന്തി കൊള്ളുന്നു. സോ ആ ഒരു രൂപം എന്ന് പറയുന്നത് വളരെ ഭയാനകമാണ്. 21ാമത്തെ ശ്ലോകത്തില് ദേവീദേവന്മാര് പോലും അങ്ങയുടെ ഈ രൂപം കണ്ട് പ്രാർത്ഥിക്കുകയാണ്. അമീഹി ത്വാം സുരസംഘാ വിശന്തി കേചിത് ഭീതാ പ്രാഞ്ജലയോ ഗൃണന്തി സ്വസ്തീത്യുക്ത്വാ മഹർഷി
ഹരേ കൃഷ്ണ. ക്ഷമിക്കുക, ചെറിയ ഇന്റർനെറ്റിന്റെ ഇഷ്യൂ വന്നു. അത് ഇടയ്ക്ക് വെച്ച് നിന്ന് പോവുകയാണ് ചെയ്തത്. ക്ഷമിക്കുക. ഇപ്പൊ ശബ്ദം കേൾക്കാൻ വേണ്ടേ? കേൾക്കാം പ്രഭുജി. കേൾക്കാം പ്രഭുജി. ക്ഷമിക്കുക. സോറി ഫോർ ദാറ്റ്. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായതാണ്. അപ്പൊ ഇവിടെ പറയുന്നത്, ദേവന്മാരും മഹർഷിമാരും സിദ്ധരും ലോകത്തിന് എല്ലാവിധ ശാന്തിയും ഭവിക്കട്ടെ എന്ന് നേർന്നുകൊണ്ട് അങ്ങേ വൈദിക സൂക്തങ്ങളാൽ സ്തുതിക്കുന്നു. ദേവന്മാര് പോലും ഭഗവാന്റെ ഈ രൂപം കണ്ടിട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. രുദ്രാദിത്യ വസവോ യേ ച സാധ്യ വിശ്വേശ്വനൗ മരുതശ്ച ക്ഷ്മ ഭാഷ ഗന്ധർവയക്ഷാസുരസിദ്ധ Krishna, excuse me for that. വീക്ഷന്തേ ത്വാം വിസ്മയതാ ആശ്ചൈവ സർവേ. പരമശിവന്റെ വിവിധ ആവിർഭാവങ്ങളും കൂടാതെ ആദിത്യന്മാർ, വസുക്കൾ, സാധ്യർ, വിശ്വദേവന്മാർ, അശ്വിനി ദേവതകൾ, മരുത്തുക്കൾ, പിതൃക്കൾ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, അസുരന്മാർ, സിദ്ധന്മാർ എന്നീ വിവിധ രൂപധാരികളും ആശ്ചര്യത്തോടെ അങ്ങയെ നോക്കുന്നു. നോക്കുക, എല്ലാ തരത്തിലുള്ള ഉപരിലോകത്തിലുള്ളവർ പോലും ഭഗവാനെ ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. 23-ാമത്തെ ശ്ലോകത്തിൽ രൂപം മഹത്തേ ബഹുവക്ത്രനേത്രം മഹാബാഹോ ബഹുബാഹുർബുപാദം ബഹുദൂരം ബഹുദംഷ്ടാർകരാളം ദൃഷ്ട്വാ ലോകാ പ്രവിധിതാസ്തഥാഹം. മഹാബാഹോ, എല്ലാ ഗ്രഹങ്ങളും അവയിൽ വാഴുന്നവരും ഭയാകുലരാണ്. അനേകം മുഖങ്ങളും കാലുകളും ഉദരങ്ങളും അസംഖ്യം ഭീകര ദംഷ്ടങ്ങളുമുള്ള അങ്ങയുടെ ഈ വിശ്വരൂപം കണ്ടിട്ട് സർവ്വലോക നിവാസികളും ഞാനും അസ്വസ്ഥരാകുന്നു. അർജുനന് പോലും അവിടെ ഭയാനകമായിട്ട് തോന്നുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇനിയും അതാണ് അർജുനന്റെ പ്രാർത്ഥന ഇനി വരികയാണ്, നമുക്ക് കാണാൻ സാധിക്കുന്നു. അർജുനന് ഭയന്നു പോയി. അപ്പൊ ഇവിടെ പറയുകയാണ്, ഐ ആം ഓൾസോ ഫിയർഫുൾ. നഭസ്പൃശം ദീപ്തമനേകവർണം വ്യാത്താനനം ദീപ്ത വിശാല നേത്രം ദൃഷ്ട്വാ ഹി ത്വാം പ്രവിധിതാന്തരാത്മാ ധൃതിം വിന്ദാമി ശമം ച വിഷ്ണു. അല്ലയോ സർവവ്യാപിയായ വിഷ്ണു, ആകാശം മുട്ടുന്ന അങ്ങയെ അനേക വികാര വർണ്ണജാലങ്ങളോട് കൂടിയും പിളർന്ന വായോടും കൂടി തിളങ്ങുന്ന വലിയ കണ്ണുകളോട് കൂടിയും കണ്ടിട്ട് എന്റെ മനസ്സ് ഭയം കൊണ്ട് അസ്വസ്ഥനാകുന്നു. എനിക്ക് എന്റെ സ്ഥൈര്യത്തെയോ മനസ്സിന്റെ സന്തുലത്തെയോ നിലനിർത്താൻ കഴിയുന്നില്ല. അർജുനന്റെ സിറ്റുവേഷൻ നോക്കുക. ഇതെല്ലാം കണ്ടിട്ട് ഭയന്ന് വിറച്ചുപോയി. സോ പ്ലീസ് ബി മെർസിഫുൾ ടു മീ. അർജുനൻ പറയാണ്, ഭഗവാനെ അങ്ങ് ദയവായിട്ട് എന്നോട് ദയ കാണിച്ചാലും. 26-ാമത്തെ ശ്ലോകത്തിൽ ലോകനാഥനായ ദേവദേവ പ്രസാദിക്കണേ. പാളുന്ന കാലാഗ്നി ജ്വാലങ്ങളെപ്പോലെ ഇരിക്കുന്ന ദംഷ്ട്രകരാളങ്ങളായ അങ്ങയുടെ മുഖങ്ങൾ കണ്ടിട്ട് എനിക്ക് സമനില തെറ്റുന്നു. ദിഗ്ഭ്രമം അനുഭവപ്പെടുന്നു. സോ അർജുനൻ വളരെ ഭയാനകനായി പോയി ആ വിശ്വരൂപം അല്ലെങ്കിൽ ആ കാലരൂപം കണ്ടിട്ട്. വിശ്വരൂപം കണ്ടതിന് ശേഷം കാലരൂപമാണ് കണ്ടത്. In 11.7 it told Arjuna that he can see whatever he wished to see. That indicates, see in my body the future victory and defeat in this war. In the next 5 verses, Krishna will show Arjuna the future outcomes of the Kurukshetra war. അർജുനന് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ ഭയം എന്ന് പറയുന്നത് തന്നെ
ഈ യുദ്ധത്തിന്റെ അവസാനം എന്തായി തീരും എന്നുള്ളതായിരുന്നു. അപ്പൊ അർജുനനോട് ഭഗവാൻ പറയാൻ, നിനക്ക് കാണണമെന്ന് എന്താഗ്രഹിക്കുന്നു അത് കണ്ടുകൊള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും അർജുനന് ഈ യുദ്ധത്തിന്റെ അവസാനം എന്തായി തീരും എന്നൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹം ഇവിടെ ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പിക്ചർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അഗ്നിയുടെ അടുത്തേക്ക് വരുന്ന ഈ പറവ ഈ നദി ഒഴുകിച്ചെന്ന് സമുദ്രത്തിലേക്ക് ചെന്ന് ചേരുന്നു. ഈ രണ്ട് ഉദാഹരണങ്ങൾ ഭഗവാൻ ഈ ഒരു ശ്ലോകങ്ങളിൽ, ഈ വരുന്ന ശ്ലോകങ്ങളിൽ പറഞ്ഞു കൊടുക്കുകയാണ്. വാരിയേഴ്സ് എൻറ്ററിങ് വിശ്വരൂപാസ് മൗത്ത് ലൈക്ക് റിവേഴ്സ് എൻറ്റർ ദ ഓഷ്യൻ, മോത്ത്സ് എൻറ്റർ ദ ഫയർ. മോത്ത്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈയാമ്പാറ്റ. തീ കാണുമ്പോൾ തീയിലേക്ക് ചെന്ന് ചാടി ചെന്ന് വീണ് അത് കണ്ടിൽ ആകർഷിച്ച് ചെന്ന് വീണും സ്വയം മരണം സ്വീകരിക്കുന്ന ഈയാമ്പാറ്റകളെ പോലെയും, അങ്ങനെ ഹിമാലയ സാനുക്കളിൽ നിന്ന് ഒഴുകി വരുന്ന നദികൾ സ്വയം ഒഴുകിച്ചെന്ന് സമുദ്രത്തിൽ ചെന്ന് ലയിച്ച് സ്വന്തം അസ്തിത്വത്തെ ഇല്ലാതാക്കുന്നത് പോലെയും, അങ്ങനെയാണ് ഭഗവാൻ ഇവിടെ രണ്ട് ഉദാഹരണങ്ങൾ പറയുന്നത്. അങ്ങനെയാണ് ഈ കുരുക്ഷേത്ര ഭൂമിയിൽ നിൽക്കുന്ന ഈ കാണുന്ന എല്ലാവരും ചെന്ന് ഭഗവാന്റെ മുൻപിൽ വന്നുകൊണ്ട്, അല്ലെങ്കിൽ ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ വന്ന് മരണം സ്വയം വരിക്കുകയാണ്. അമീചത്വാം ധൃതരാഷ്ട്രസ്യ പുത്ര സർവേ സഹൈവാവലിപാല സംഘേ ഭീഷ്മോ ദ്രോണ സൂതപുത്രസ്തഥാസൗ സഹാസ്മ വീരവി അഭിയോധർമുഖേ വക്ത്രാണി തേ ത്വരമാണാ വിശന്തി ദംഷ്ട്രാകരാളാനി ഭയാനകാനി കേചിത് വിലഗ്നാ ദശനാന്തരേഷു സംദൃശ്യന്തേ ചൂർണിതൈരുത്തമാംഗേ. ധൃതരാഷ്ട്രപുത്രന്മാരെല്ലാവരും അവരെ സഹായിക്കുന്ന രാജാക്കന്മാരും ഭീഷ്മർ, ദ്രോണർ, കർണൻ എന്നിവരും നമ്മുടെ യോദ്ധാക്കളിൽ പ്രമുഖന്മാരുമെല്ലാം അങ്ങയുടെ ഭീകരങ്ങളായ വായുകളിലേക്ക് അതിവേഗത്തിൽ കടന്നു പോവുകയാണ്. ആ ദംഷ്ട്രങ്ങൾക്കിടയിൽപ്പെട്ട് ചിലരുടെ ശിരസ്സുകൾ ചതഞ്ഞരയുന്നു. അർജുനൻ കാണുന്ന കാഴ്ച, ധൃതരാഷ്ട്രപുത്രന്മാരെല്ലാവരും ഭീഷ്മനും ദ്രോണനും കർണനും മുതലായ മഹാരഥന്മാരും, അവർ മാത്രമല്ല പാണ്ഡവ സൈന്യത്തോടു കൂടി നിൽക്കുന്ന പ്രമുഖരായ പല യോദ്ധാക്കളും ഭഗവാന്റെ വായ്ക്കുള്ളിലേക്ക് പ്രവഹിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എന്നിവിടെ അർജുനൻ പറയുകയാണ് ചെയ്യുന്നത്. 30-ാമത്തെ ശ്ലോകത്തിൽ ലേലിഹ്യസേഗ്രസമാന സമന്താ ലോകാൻ സമഗ്രാൻ വദനൈർജ്വലൽഭി തേജോഭിരാപൂര്യ ജഗത് സമഗ്രം ഭാസസ്തവോഗ്ര പ്രതപന്തി വിഷ്ണു. ഹേ വിഷ്ണു, ചുറ്റുപാടുമുള്ള ജനങ്ങളെ തീയാളുന്ന വായുകളാൽ അങ്ങ് വിഴുങ്ങുന്നത് ഞാൻ കാണുന്നു. അങ്ങയുടെ തേജസ് കൊണ്ട് പ്രപഞ്ചത്തെ ആവരണം ചെയ്തുകൊണ്ട് ഉഗ്രവും ദഹിപ്പിക്കുന്നതുമായ കിരണങ്ങളോട് കൂടി അവിടുന്ന് കാണപ്പെടുന്നു. ഭഗവാനെ അത്ര രണ്ട് പോർഷനാണ് നമുക്ക് കാണുന്നത്. പീപ്പിൾ ഫ്രം ഓൾ സൈഡ്സ് വിത്ത് യുവർ ഫ്ലെയിമിംഗ് മൗത്ത്സ് വിത്തിൻ യുവർ, അതായത് ഭഗവാന്റെ വായ്ക്കുള്ളിലേക്ക് ഈ തീ തുപ്പുന്ന വായുകളിലേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്. യുവർ എഫൾജൻസ് ഈസ് ഓൾ ഓവർ ദ യൂണിവേഴ്സ് തേജോഭിർ ആപൂര്യ ജഗത് സമഗ്രം. എല്ലാ സ്ഥലങ്ങളിലും അങ്ങയുടെ ആ തേജോമയമായ രൂപം കാണാൻ സാധിക്കുന്നു. സോ ഈ ഇത്രയും വളരെ വിശാലമായ ഈ രൂപം, ഈ കാലരൂപവും കാണിക്കുന്ന അങ്ങ് യഥാർത്ഥത്തിൽ ആരാണ്? അങ്ങയുടെ ഉദ്ദേശം എന്താണ്? അർജുനന് തന്നെ മനസ്സിലാവുന്നില്ല. അർജുനൻ ഇപ്പൊ ചോദിക്കുകയാണ്, ആഖ്യാഹിമേകോ ഭവാനുഗ്രഹരൂപോ നമോസ്തു ദേവവര പ്രസീദ വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തി. എന്താണ് അർജുനൻ ചോദിക്കുന്നത്? അർജുനൻ പറയാണ്, ദേവാധിദേവ ഉഗ്രമൂർത്തെ, അങ്ങ് ആരാണെന്ന് പറഞ്ഞു തരൂ.
ഞാൻ പ്രണമിക്കുന്നു. എന്നിൽ കനിയണമേ. ആദിപുരുഷനായ അങ്ങയെ എനിക്ക് അറിയണം. അങ്ങയുടെ ദൗത്യം എന്തെന്ന് മനസ്സിലാകുന്നില്ല. അതാണ് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത്. അപ്പൊ ഭഗവാൻ ഇനി പറയുകയാണ്, കാലോസ്മി ലോക ക്ഷയകൃത് പ്രവൃദ്ധോ. കാലോസ്മി ലോക ക്ഷയകൃത് പ്രവൃദ്ധോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്ത ഹൃദേപി ത്വാം ന ഭവിഷ്യന്തി സർവേ യേ അവസ്ഥിത നികേഷു യോദ്ധ. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, സമസ്ത ലോകങ്ങളെയും സംഹരിക്കുന്ന കാലമാകുന്നു ഞാൻ. സമസ്ത ലോകങ്ങളെയും സംഹരിക്കുന്ന കാലനാകുന്നു ഞാൻ. ഈ കാണുന്ന ജനങ്ങളെ എല്ലാം നശിപ്പിക്കുവാനാണ് ഞാൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. നിങ്ങൾ പാണ്ഡവരൊഴികെ 2 കക്ഷിയിലും പെട്ട യോദ്ധാക്കൾ ഏവരും കൊല്ലപ്പെടും. ഭഗവാൻ അർജുനനോട് പറയുകയാണ്, അർജുനന് ഒരു ക്ലാരിറ്റി കിട്ടുകയാണ് എന്താണ് യുദ്ധത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്നത്. പാണ്ഡവരൊഴികെ എല്ലാവരും എന്റെ ഈ വായിലേക്ക് ചെന്ന് സ്വയം സമർപ്പിക്കപ്പെടുന്നു എന്ന് പറയുകയാണ്. ഇവിടെ ഇനി പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. ഞാൻ ആദ്യം അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞിരുന്നു. ഇനി നമുക്ക് കാണാം എന്താണെന്ന്. ജസ്റ്റ് ബി ആൻ ഇൻസ്ട്രുമെന്റ് ഇൻ കൃഷ്ണാസ് പ്ലാൻ. ഭഗവാന്റെ കൈകളിലെ ഒരു നിമിത്തം മാത്രമാവുകയാണ് നമ്മളുടെ എല്ലാവരുടെയും ലക്ഷ്യം. ഇത് അർജുനനോട് മാത്രമല്ല, നമ്മളോടും കൂടിയാണ് ഭഗവാൻ ഇത് പറയുന്നത്. എന്താണ് 33-ാമത്തെ ശ്ലോകത്തിൽ? തസ്മാത് ത്വമുത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രുൻ ഭൂങ്ക്ഷ്വ രാജ്യം സമൃദ്ധം മയൈവയതേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാച്യൻ. നീ ഈ യുദ്ധത്തിന് ശേഷം സംഭവിക്കുന്ന ഐശ്വര്യ സമ്പൂർണമായ രാജ്യം നീ എടുത്തുകൊള്ളൂ. യശോ ലഭസ്വ, അതുകൊണ്ട് നേടുന്ന യശസ്സും നീ എടുത്തുകൊള്ളൂ. ബട്ട് യു ബി ജസ്റ്റ് ആൻ ഇൻസ്ട്രുമെന്റ് ഇൻ മൈ ഹാൻഡ്. നിമിത്തമാത്രം ഭവ സവ്യസാച്യൻ. അതിനാൽ എഴുന്നേൽക്കൂ, പൊരുതി യശസ് നേടാൻ തയ്യാറാകൂ. ശത്രുക്കളെ ജയിച്ചിട്ട് സമൃദ്ധമായ രാജ്യം ഭരിക്കൂ. ഞാൻ അവരെ മുമ്പ് തന്നെ കൊന്നു കഴിഞ്ഞു. നീ കേവലം ഒരായുധമാവുന്നതേ ഉള്ളൂ സവ്യസാച്യൻ എന്നാണ് അർജുനോട് ഭഗവാൻ പറയുന്നത്. നമുക്കെല്ലാവർക്കും ഇത് വലിയൊരു പാഠമാണ്. കാരണം നമ്മളെ കൊണ്ടൊക്കെ ഭഗവാൻ എന്തൊക്കെയോ ചെയ്യിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ആ ഉദ്ദേശ്യം ഭഗവാൻ ഓൾറെഡി ചെയ്തു വെച്ചതാണ്. ആ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യത്തിന് നമ്മളൊരു ജസ്റ്റ് ഒരു ഇൻസ്ട്രുമെന്റ് ആവുക മാത്രമാണ് നമ്മളുടെ യഥാർത്ഥമായ ജീവിത ധർമ്മം എന്ന് പറയുന്നത്. ഭഗവാന്റെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മളൊന്ന് പ്രവർത്തിക്കാനായിട്ട് മുൻപോട്ട് വന്നാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങൾ ഭഗവാൻ നോക്കിക്കൊള്ളും. നമ്മൾക്ക് എത്രമാത്രം ശക്തിയുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട്? നമുക്ക് യാതൊരു വിധമായ ശക്തിയുമില്ല. എന്നാൽ ഭഗവാൻ വിചാരിച്ചാൽ അത് തീർച്ചയായിട്ടും നടത്താൻ സാധിക്കും. അതുകൊണ്ട് ഭഗവാന്റെ കൈകളിലെ ഒരു നിമിത്തം മാത്രം ആകുകയാണ് നമ്മളുടെ ഉദ്ദേശം എന്ന് നമുക്ക് മനസ്സിലാക്കണം. ദ്രോണം ച ഭീഷ്മ ച ജയദ്രഥം ച കർണം തഥാന്യാനപി യോധവീരൻ മയാ ഹതാസ്ത്വം ജഹിമാവൃതിഷ്ഠ യുദ്ധ്യസ്വചേജ ചേതാസി രണേ സപത്നാൻ. ഭഗവാൻ അർജുനോട് പറഞ്ഞ എന്താണ് കഴിഞ്ഞ ശ്ലോകത്തില്? നീ ഈ യുദ്ധത്തിന് ശേഷം ഉണ്ടാകുന്ന യശസ്പൂർണമായ അല്ലെങ്കിൽ അതിന്റെ യശസ് മുഴുവൻ നീ എടുത്തുകൊള്ളൂ. മഹാഭാരത യുദ്ധത്തിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രശസ്തി നേടിയത് ആർക്കാണ്? അർജുനനാണ്. കൃഷ്ണനാണ് എല്ലാവരെയും കൊന്നതെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ഏറ്റവും മഹായോദ്ധാവായത് അർജുനനായിട്ടാണ് പ്രകീർത്തിച്ചു വരുന്നത്. ഇപ്പോഴും പറയപ്പെടുന്നു അർജുനൻ ഒരു വലിയൊരു തേരാളിയാണ് അല്ലെങ്കിൽ വലിയൊരു യോദ്ധാവാണ് എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ ഭഗവാനോട് പറയുന്നു, ഞാൻ അവരെ ഓൾറെഡി കൊന്നു കഴിഞ്ഞു, നീ അതിന്റെ യശസ് എടുത്തുകൊള്ളൂ. ഭഗവാൻ സ്വയം പറയുകയാണ് ചെയ്തത്. ഭീഷ്മൻ, ദ്രോണൻ, ജയദ്രഥൻ, കർണൻ എന്നിവരും മറ്റു മഹാരഥന്മാരും ഇപ്പോൾ തന്നെ എന്നാൽ
കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അവരെ കൊല്ലുന്നതിൽ നിനക്ക് യുദ്ധം വേണ്ട, ദുഃഖം വേണ്ട. നീ പൊരുതുക മാത്രം ചെയ്താൽ മതി, ശത്രുക്കൾ തോറ്റുപോകും. സോ അവിടെ ഭഗവാന്റെ നിമിത്തം മാത്രമാകുക, അല്ലെങ്കിൽ അതുകൊണ്ട് ഇവരെ ഇത്രയും പേരെ കൊല്ലുന്നതുകൊണ്ട് നീ യുദ്ധം ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാനാണ് അവരെ എല്ലാവരെയും കൊല്ലുന്നത്. സോ അതുകൊണ്ട് നീ ആ ഒരു കാര്യത്തിൽ വിഷമിക്കേണ്ട അർജുന എന്ന് ഭഗവാൻ ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. സോ ഇനിയും സഞ്ജയന്റെ വാക്കുകൾ കേൾക്കാം. So Arjuna prays in faltering voice. 36 മുതൽ 38 വരെ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുകയാണ്. 39, 40 ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭഗവാനിലെ പാതാരവിന്ദങ്ങൾ നമസ്കരിക്കുകയാണ്. 41, 44 വിനയപൂർവമായിട്ട് അപ്പോളജീസ് അല്ലെങ്കിൽ ക്ഷമയാചിക്കുകയാണ്. 45, 46 റിക്വസ്റ്റ് ഷോ ദ സൗമ്യരൂപ. ഇപ്പൊ വിരാട രൂപം കഴിഞ്ഞു, ഈ വളരെ ഭയാനകമായ രൂപം കഴിഞ്ഞു, ഇനി എന്നെ സൗമ്യരൂപം കാണിക്കാനായിട്ട് ഭഗവാനോട് ആവശ്യപ്പെടുകയാണ് അർജുനൻ ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പോകണം. നമുക്ക് നോക്കാം എന്താണ് 35-ാമത്തെ ശ്ലോകത്തിലെ സഞ്ജയൻ പറഞ്ഞു, ഏതശ്രുത്വ. സോ ഐ എം നോട്ട് റീഡിംഗ് ദ ശ്ലോക. സഞ്ജയൻ പറഞ്ഞു, രാജാവേ, ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് അർജുനൻ വിറപൂണ്ട് വീണ്ടും വീണ്ടും കൈകൂപ്പി ഭയത്തോടെ ഇടറുന്ന സ്വരത്തിൽ പറഞ്ഞു. അർജുനൻ പറഞ്ഞു, സ്ഥാനേ ഋഷികേശ തവ പ്രകീർത്തിയ. അർജുനൻ പറഞ്ഞു, ഋഷികേശ, ഇന്ദ്രിയങ്ങളുടെ നാഥ, അങ്ങയുടെ തിരുനാമ കീർത്തനത്താൽ ലോകം ആനന്ദഭരിതമായി തീരുന്നു, അങ്ങയിൽ അനുരുക്തമാവുന്നു. സിദ്ധി നേടിയവർ അങ്ങയെ പ്രണമിക്കുന്നുവെങ്കിലും അസുരഗണങ്ങൾ ഭയപ്പെട്ട് അങ്ങുമിങ്ങും പായുകയാണ്. ഇത് ഉചിതം തന്നെ. ബ്രഹ്മാവിനേക്കാളും ശ്രേഷ്ഠനായ പുരുഷോത്തമ, അങ്ങാണല്ലോ ആദിമനായ സൃഷ്ടാവ്. എങ്കിലും എന്തുകൊണ്ട് അവർ ഭക്ത്യാദരപൂർവം അങ്ങയെ പ്രണമിക്കുന്നില്ല? അതിലില്ലാത്തവരും പ്രപഞ്ചത്തിന് ആശ്രയവുമായ ദേവാധിദേവ, അക്ഷയവും കാരണങ്ങൾക്ക് കാരണവും ഭൗതിക പ്രകൃതിക്ക് ഉപരിയുമാണ് അങ്ങ്. 38-ാമത്തെ ശ്ലോകത്തിൽ കൃഷ്ണ ഈസ് ദ അൾട്ടിമേറ്റ് ഷെൽട്ടർ ഓഫ് എവറിത്തിങ്. ആദിദേവനും പുരാണ പുരുഷനും പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരവും അങ്ങ് തന്നെ. അറിയേണ്ടവനും അറിയുന്നവനും അങ്ങ് തന്നെയാകുന്നു. ത്രിഗുണാതീതമായ അഭയസ്ഥാനം അങ്ങാണ്. ഹേ അനന്തരൂപ, ഈ ദൃശ്യ പ്രപഞ്ചമെങ്ങും അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. സോ ഇനിയും മൈ റിപ്പീറ്റഡ് റെസ്പെക്ട്സ് unto you thousands of time. നമോ നമസ്തേസ്തു സഹസ്രകൃത്വാ. 1000 പ്രാവശ്യം അങ്ങേ പ്രണമിക്കുകയാണ്. ഒബേസസ് unto you from all sides. നമ പുരസ്താത് അധ പൃസ്ഥതസ്തേ നമോസ്തുതേ സർവത ഏവ സർവ. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഞാൻ അങ്ങേ പ്രണമിക്കുന്നു ഭഗവാനെ. 41, 42 വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. ക്ഷമയാചിക്കുകയാണ് അർജുനൻ അവിടെ. സഖേതി മത്വാ പ്രസഭം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി അജാനതാ മഹിമാനം തവേദം മയാ പ്രമാദാത് പ്രണയേന പാപി യച്ഛാവഹാസാർത്ഥമ സത്കൃതോസി വിഹാരശയ്യാസന ഭോജനേഷു ഏകോതവാപ്യ അച്യുത തത്സമക്ഷം തത്ക്ഷാമയേ ത്വമഹമപ്രമേയം. ഞാന് ഒരു സുഹൃത്ത് എന്ന നിലയിൽ അങ്ങയെ കൃഷ്ണ എന്നും യാദവ എന്നും സുഹൃത്ത് എന്നും ഒക്കെ വിളിച്ചു. അങ്ങയുടെ കൂടെ ഒരുമിച്ച് കിടന്നുറങ്ങുകയും ഒരുമിച്ച് ഭക്ഷിക്കുകയും ഒരു സുഹൃത്തെന്ന രൂപത്തിൽ നമ്മൾ വളരെയധികം കളിച്ച് രസിക്കുകയും ചെയ്തു. എന്നോട് ക്ഷമിക്കണമേ ഭഗവാനെ എന്നാണ് ഇവിടെ അർജുനൻ ഭഗവാനോട് ഇപ്പൊ പറയുന്നത്. അങ്ങയുടെ മഹത്വം എന്തെന്നറിയാതെ സുഹൃത്ത് എന്ന നിലയിൽ ഞാൻ അങ്ങയെ കൃഷ്ണ, യാദവ, മാധവ, ഗോവിന്ദ അങ്ങനെ പല പേരുകൾ വിളിച്ചു. കൂടെ ഒരുമിച്ച് കിടന്നുറങ്ങുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഒരു പ്ലേറ്റിൽ കൂടെ ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് ദയവായി എന്നോട് ക്ഷമിക്കണമേ എന്ന് ഭഗവാനോട് അർജുനൻ ഇവിടെ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. സോ ആ ക്ഷമാപണത്തിന് ശേഷം
ഭഗവാനോട് അർജുനൻ പിന്നീട് ആവശ്യപ്പെടുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. നമ്മൾ ഡയറക്റ്റ് 44-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. അത് ഒരു പ്രധാനപ്പെട്ട ശ്ലോകമാണ്, അതുകൊണ്ട് പോവുകയാണ്. സകല ജീവജാലങ്ങൾക്കും ആരാധ്യനായ ഭഗവാനെ, അങ്ങയെ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു. പ്രസാദിക്കണമേ. മകന്റെ ധിക്കാരത്തെ അച്ഛൻ എന്ന പോലെ, സുഹൃത്ത് തന്റെ സുഹൃത്തിന്റെ അവിവേകത്തെ എന്ന പോലെ, ഭർത്താവ് ഭാര്യയുടെ പെരുമാറ്റത്തെ എന്ന പോലെ ഞാൻ അങ്ങയോട് ചെയ്ത് ഇരിക്കാവുന്ന പിഴകൾ അങ്ങ് ക്ഷമിക്കണമേ. സോ ഏതെല്ലാം റിലേഷൻഷിപ്പിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ യാചിക്കുന്നുണ്ടോ, അതുപോലെ ഭഗവാനോട് അർജുനൻ ഇവിടെ ആവശ്യപ്പെടുകയാണ്, ഞാൻ ചെയ്ത ഈ തെറ്റുകൾ എല്ലാം അങ്ങ് എന്നോട് ക്ഷമിക്കണമേ. സോ ഇനിയും വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 46 മുതൽ 55 വരെയുള്ള ശ്ലോകങ്ങളാണ് ആംഡ് ഫോം. ഇത്രയും സഹസ്രഹസ്തനായ ഭഗവാനെ കണ്ടുകൊണ്ടിരുന്ന അർജുനൻ ഇനി ആവശ്യപ്പെടുന്നത് പതുക്കെ താഴേക്ക് വരാനായിട്ടാണ്. താഴേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിഷൻ അനുസരിച്ച് താഴേക്ക്, പക്ഷെ എന്നാൽ ഭഗവാന്റെ യഥാർത്ഥ രൂപം എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോവുകയാണ്. അതായത് ഇപ്പോൾ സഹസ്രഭുജനായ ഭഗവാൻ ചതുർഭുജ രൂപനായിട്ട് കാണിക്കും, അതിനുശേഷം ദ്വിഭുജ രൂപനായിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഓൾദോ there are innumerable forms of the personality of Godhead, Sri Krishna is the original. 11:45-46 ശ്ലോകത്തിൽ അത് പറയാണ്. I am both gladdened and frightened seeing your universal form, Krishna. I wish to see your four-armed form. ഇതാണ് ഭഗവാനോട് ആവശ്യപ്പെടുന്നത് അർജുനൻ. താങ്കളുടെ ആ വിരാട രൂപം കണ്ടിട്ട് ഞാൻ ഭയക്കുകയും എന്നാൽ സന്തോഷവാനുമായി. കാരണം മറ്റുള്ളവരും ഇത് വിശ്വസിക്കുമല്ലോ അങ്ങ് പരംപുരുഷോത്തമനാണ് എന്ന്. ഇതൊരു തെളിവായിട്ട് മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ സാധിക്കും. അങ്ങ് ദ്വിഭുജ രൂപത്തിൽ മനുഷ്യനായി വന്നപ്പോൾ നമ്മൾ നേരത്തെ ശ്ലോകത്തിൽ കണ്ടു, ഭഗവാന്റെ മനുഷ്യരൂപം കണ്ട് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ അങ്ങ് വെറും ഇരു കൈകളോട് കൂടിയ മനുഷ്യരൂപത്തിൽ വന്ന സാധാരണ ഒരു സൂപ്പർ ഹ്യൂമൻ പേഴ്സൺ മാത്രമല്ല, അങ്ങ് യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണ് എന്ന് തെളിയിക്കുന്നതിന് ഈ വിശ്വരൂപ ദർശനം ഒരുപക്ഷെ സഹായിച്ചേക്കാം. അതുകൊണ്ട് ഞാൻ സംതൃപ്തനാണ്, അതിൽ ഞാൻ സന്തോഷവാനാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ രൂപം കണ്ട് ഞാൻ ഭയക്കുകയും ചെയ്തു ഭഗവാനെ. അതുകൊണ്ട് അങ്ങയുടെ ആ ചതുർഭുജ രൂപത്തിൽ ഞാൻ അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണ്. He will also describe bhakti to be supreme process to see any of the form. അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 47 മുതൽ 49 വരെ rarity of seeing Krishna's universal form. The most intimate feature of the absolute truth is the two-armed form of Sri Krishna. This form is known through devotional service. അപ്പം എന്താണ് ഭഗവാന്റെ 47 മുതൽ 49 വരെ ശ്ലോകങ്ങളില് റേറിറ്റി ഓഫ് സീയിങ് കൃഷ്ണാസ് യൂണിവേഴ്സൽ ഫോം. ഭഗവാൻ കൃഷ്ണൻ സ്വയം പറയുകയാണ്, ശ്രീ ഭഗവാൻ ഉവാച മയാ പ്രസന്നേന തവാർജുനേദം രൂപം പരം ദർശിതമാത്മയോഗാത് തേജോമയം വിശ്വമനന്തമാദ്യം യന്മേ ത്വതന്യേന ന ദൃഷ്ടപൂർവം. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ അർജുന, നിന്നിൽ സന്തുഷ്ടനായ ഞാൻ അന്തരംഗ ശക്തിയാൽ ഭൗതിക പ്രപഞ്ചത്തിൽ അന്തർഹിതമായ എന്റെ ഈ വിശ്വരൂപം കാട്ടിത്തന്നു. ആദിമവും അവസാനവും ഇല്ലാത്തതും തേജോമയവുമായ ഇത് നീ ഒഴികെ ആരും മുമ്പ് കണ്ടിട്ടില്ല. ഇതാരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഇത് വളരെ റെയറാണ്. നവേദയജ്ഞധ്യായനൈർ നദാനൈർ നച ക്രിയാഭിർ ന തപോഭിരുഗ്രൈ ഏവം രൂപശക്യ അഹം നൃലോകേ ദ്രഷ്ടും ത്വദന്യേന കുരു പ്രവീര. ഹേ കുരുശ്രേഷ്ഠ, എന്റെ ഈ വിശ്വരൂപം നീ അല്ലാതെ മറ്റാരും ഇതുവരെ കണ്ടിട്ടില്ല. വേദാധ്യായനം, യജ്ഞാനുഷ്ഠാനം, ദാനം, തപസ് എന്നിവ കൊണ്ടോ പുണ്യകർമ്മങ്ങൾ കൊണ്ടോ ഭൗതിക ലോകത്തിൽ ആർക്കും എന്റെ ഈ രൂപം ദൃശ്യമാവില്ല. സോ അത് നമ്മൾ ആദ്യം പറഞ്ഞു, ഭഗവാന്റെ രൂപം കാണുക എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമല്ല. അതിന് സാധിക്കുന്നത് ഒറ്റ കാര്യത്തിൽ മാത്രമാണ്. എന്താണ്? ഭക്തിയുത സേവനം ഒന്നുകൊണ്ട് മാത്രം. മാതേവ്യഥാമാച വിമൂഢഭാവോ ദൃഷ്ട്വാ രൂപം ഘോരമീദൃംഗമേദം വ്യപേദഭീപ്രീതമനാ പുനസ്ത്വം തദേവ മേ രൂപമിദം പ്രപശ്യ. എന്റെ ഈ ഭീഭത്സ രൂപം കണ്ടിട്ട് നീ അസ്വസ്ഥനാകുകയും
സംഭ്രാന്തനാവുകയും ചെയ്തു. അത് ഇതോടെ തീരട്ടെ. എന്റെ ഭക്തനായ നീ ഇനി സ്വസ്ഥത കൈവരിക്കൂ. ശാന്ത മനസ്കനായി നിനക്കിപ്പോൾ നീ ആഗ്രഹിക്കുന്ന രൂപം കാണാം. അർജുനൻ അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് ഭഗവാൻ ഈ ഓരോ രൂപത്തിലും ഭഗവാൻ അർജുനന് ദൃശ്യം കൊടുക്കുന്നത്. ഇത് നമുക്ക് സാധിക്കും. നമ്മളും ഇതുപോലെ ഭഗവാന്റെ പ്രിയപ്പെട്ടവനാകാൻ സാധിച്ചാൽ നമുക്കും ഈ രൂപങ്ങളെല്ലാം കാണാൻ സാധിക്കും. എന്നാൽ ഒരു ഭക്തന് ഒരിക്കലും വിശ്വരൂപം കാണണമെന്ന് ആഗ്രഹിക്കുകയില്ല. കാരണം വളരെ ശാന്തസ്വരൂപം. മുമ്പ് പറഞ്ഞു ഭഗവാൻ ഇനിയും സൗമ്യ രൂപത്തെ കാണിക്കാൻ പോവുകയാണ്. 50-ാമത്തെ ശ്ലോകത്തിൽ സഞ്ജയൻ പറയുകയാണ്, സഞ്ജയ് ഉവാച ഇത്യർജുനം വാസുദേവസ്തതോക്ത്വാ സ്വകം രൂപം ദർശയാമാസ ഭൂയ ആശ്വാസയാമാസ ച ഭീതമേനം ഭൂത്വാ പൂന സൗമ്യവ പൂർവമഹാത്മാ. സഞ്ജയൻ പറഞ്ഞു, ധൃതരാഷ്ട്രോട് പറഞ്ഞു, ഇങ്ങനെ അർജുനനോട് പറഞ്ഞിട്ട് പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ തന്റെ യഥാർത്ഥമായ ചതുർഭുജ രൂപം കാണിച്ചു. പിന്നീട് ഭീതനായിരുന്ന അർജുനന് ധൈര്യം വരുത്തുവാനായി ഇരു കൈകളോടുകൂടിയ തന്റെ സാധാരണ രൂപം കൈക്കൊള്ളുകയും ചെയ്തു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. ഇപ്പൊ അർജുനൻ ഇത് കണ്ടിട്ട് പറയുകയാണ്, ദൃഷ്ട്വേദം മാനുഷം രൂപം തവ സൗമ്യം ജനാർദ്ദന ഇദാനീമസ്മി സംവൃത്ത സചേതാ പ്രകൃതിം ഗതഃ. കൃഷ്ണനെ ഇങ്ങനെ സ്വന്തം രൂപത്തിൽ കണ്ടപ്പോൾ അർജുനൻ പറഞ്ഞു, ജനാർദ്ദന, അങ്ങയുടെ അത്യന്ത സുന്ദരമായ ഈ മാനുഷിക ആകാരം കണ്ടിട്ട് ഇപ്പോൾ ഞാൻ മുൻമട്ടിലായി, എന്റെ മനസ്സ് ശാന്തമായി. ഭഗവാന്റെ യഥാർത്ഥ രൂപത്തിലേക്കാണ് ഇപ്പോൾ വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ശ്രീ ഭഗവാൻ ഉവാച. ഇത് ശ്രദ്ധിച്ചു കേൾക്കുക എല്ലാവരും ഒന്ന്. സുദുർദർശമിദം രൂപം ദൃഷ്ടവാനസി യന്മമ ദേവ അപ്യസ്യ രൂപസ്യ നിത്യം ദർശന കാംക്ഷിണഃ. ഭഗവാൻ പറഞ്ഞു, പ്രിയ അർജുന, നീ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഈ രൂപം കാണുവാൻ ഏറെ പ്രയാസമുള്ളതാണ്. ദേവന്മാർ പോലും ഈ പ്രിയതരമായ രൂപത്തെ കാണുവാൻ അവസരം പാർത്തു കഴിയുന്നു. വിശ്വരൂപം കാണിക്കുന്നതിന് മുൻപ് ഭഗവാൻ ആ വിശ്വരൂപത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ദുർദർശം ഇതം. ദുർദർശം ആണ്, അതായത് ഇത് കാണാൻ കുറച്ച് പ്രയാസമാണ് എന്ന് പറഞ്ഞു. കഠിനമാണ്, ഇത് പ്രയാസം, എല്ലാവർക്കും കാണാൻ സാധിക്കത്തില്ല. ദുർദർശം ഇതം എന്ന് അവിടെ ഭഗവാൻ വാക്കുപയോഗിച്ചു. എന്നാൽ ഇവിടെ ഉപയോഗിക്കുന്നത് സുദുർദർശം. ഒന്നുകൂടി കഠിനമാണ് ഭഗവാന് ഈ രൂപം കാണുന്നത്. അതുകൊണ്ടാണ് ഈ ക്ലാസിന്റെ ആദ്യ ഭാഗം നമ്മൾ പറഞ്ഞ സമയത്ത് ഒരു വാക്ക് ഓർത്തിരിക്കണമെന്ന് പറഞ്ഞു. ഏത് വാക്ക് ഓർത്തിരിക്കണമെന്നാണ് പറഞ്ഞത്? ആർക്ക് പറയാം? ഏത് വാക്ക്? ഒരു പ്രത്യേക വാക്ക് ഒന്ന് ഓർത്തിരിക്കണമെന്ന് എഴുതി വെച്ചുകൊള്ളൂ. അത് സമയമാകുമ്പോൾ പറയാമെന്ന്. പ്രേമചക്ഷു ആണോ പ്രഭുജി? പ്രേമചക്ഷു. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച് മാതാജി. പ്രേമചക്ഷു എന്ന വാക്ക് ഓർത്തിരിക്കണമെന്ന് ഞാൻ പറയുകയുണ്ടായി. എന്തുകൊണ്ടാണ് പ്രേമചക്ഷു എന്ന് പറഞ്ഞത്? ദുർദർശമായിട്ടുള്ള രൂപം കാണണമെങ്കിൽ ദിവ്യചക്ഷു ഉണ്ടാവണം. അപ്പോ ദുർദർശം എന്ന് പറയുമ്പോൾ കഠിനമായ ദൃശ്യം. സുദുർദർശം എന്ന് പറയുമ്പോൾ അത് ഒന്നുകൂടി കഠിനമാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒന്നുകൂടി എലിവേറ്റഡ് ആയിട്ടുള്ള രൂപമാണ് സുദുർദർശം എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ അത് കാണാനായി സുദുർദർശമായിട്ടുള്ള രൂപം കാണാനാണോ ദുർദശമായിട്ടുള്ള രൂപം കാണാനാണോ പ്രത്യേകമായിട്ടുള്ള ഒരു ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള വിഷൻ വേണ്ടത്? ഏതിനാ വേണ്ടത്? അതായത് ഞാൻ ആ വാക്കുകളുടെ അർത്ഥം ഒന്നുകൂടി ഞാൻ സ്പെസിഫൈ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ദുർദർശം എന്ന് പറയുന്നത് കഠിനമായത്, സുദുർദർശം എന്ന് പറയുമ്പോൾ ഒന്നുകൂടി കഠിനമായത് എന്നാണ്. അതായത് ഞാൻ പറയാം, ദുർലഭം എന്ന് പറഞ്ഞാൽ വിരളമായത്, സുദുർലഭം അതായത് മാനുഷം ജന്മ. എന്താണ് ആ ശ്ലോകം? ഏതാണ്? വാട്ട് ഇസ് എ ശ്ലോകം? എവിടെയാണ് സുദുർലഭ എന്ന വാക്ക് വരുന്നത്?
I'm not getting that. Let me just check 1 second. Hare Krishna. ഒരു മിനിറ്റ് തരൂ. ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ആ വേർഡ് സുദുർലഭം. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ. എന്താണ് സുദുർലഭ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇറ്റ് ഈസ് വെരി റെയർ. ഇറ്റ് ഈസ് വെരി റെയർ എന്നുള്ളതാണ് സുദുർലഭ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദുർലഭം എന്ന് പറഞ്ഞാൽ വിരളമായിട്ടുള്ളത്. സുദുർലഭ എന്ന് പറഞ്ഞാൽ വെരി റെയർ എന്ന് പറഞ്ഞതുപോലെ ദുർദർശം എന്ന് പറഞ്ഞാൽ റെയർലി സീൻ. സുദുർദർശം എന്ന് പറഞ്ഞാൽ വെരി റെയർലി സീൻ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? യു ആർ ഏബിൾ ടു ക്യാച്ച് വാട്ട് ഐ ആം സേയിങ്? മനസ്സിലായി? അപ്പൊ ഇതിൽ ഏറ്റവും പ്രയാസം കാണാനുള്ളത് ഏതാണ്? സുദുർദർശമാണോ ദുർദർശമാണോ? സുദുർദർശം. അപ്പോ ആ ഇരു കൈകളോടുകൂടിയ രൂപം ഓൾറെഡി അർജുനൻ കണ്ടുകൊണ്ടിരുന്നതാണ്. ആ രണ്ട് കൈകളോടുകൂടിയുള്ള രൂപം. അങ്ങനെ ഇരു കൈകളോടുകൂടിയ രൂപം കണ്ടുകൊണ്ടിരുന്ന അർജുനന് ഭഗവാൻ പറയുകയാണ്, ഐ വിൽ ഗീവ് യു സെലസ്റ്റിയൽ വിഷൻ, അല്ലെങ്കിൽ ദിവ്യചക്ഷു. അപ്പൊ ദിവ്യചക്ഷുവിനേക്കാൾ മുകളിലുള്ള വിഷൻ ഉള്ളത് കൊണ്ടല്ലേ അർജുനന് കൃഷ്ണനെ രണ്ട് കൈകളുള്ള രൂപത്തിൽ കാണാൻ സാധിച്ചിരുന്നത് നേരത്തെ. കോംപ്ലിക്കേറ്റഡ് ആകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാൻ പറയുന്ന പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? ഒരു കൺഫ്യൂഷൻ ഉണ്ട് പ്രഭു. കൺഫ്യൂഷൻ ഉണ്ട്. ഹരേ കൃഷ്ണ പ്രഭു. അപ്പൊ ദിവ്യ ചക്ഷുസിനേക്കാളും ഹയറാണ് പ്രേമ ചക്ഷുസ്. എക്സാക്ട്ലി, ദാറ്റ് ഇസ് ദ പോയിന്റ് ഐ വാസ് കമ്മിങ് ഇൻ. അതായത് അർജുനൻ ഓൾറെഡി മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ശകുനിയും ദുര്യോധനനും ഇരു കൈകളോട് കൂടിയ രൂപം കണ്ടതാണ് ഭഗവാന്റെ. പക്ഷെ ഡിഡ് ദേ സേ ഇറ്റ് ഇൻ ദ കറക്റ്റ് വേ? അവർ കറക്റ്റ് ആയിട്ട് ഭഗവാന്റെ ആ രൂപത്തിനെ കണ്ടോ? ദുര്യോധനനും ശകുനിയും ധൃതരാഷ്ട്രവും ഒക്കെ, ധൃതരാഷ്ട്രം അന്ധനായത് കാണത്തില്ല. അപ്പൊ ഭഗവാന്റെ ആ ഇരു കൈകളോട് രൂപത്തെ അവർ ശരിക്ക് കണ്ടിരുന്നോ അതോ കണ്ടില്ലയോ? സംശയമായല്ലേ? അവരും കണ്ടു, അർജുനും കണ്ടു. അത് തമ്മിൽ കാണിച്ച അവര് കണ്ടതല്ലേ? അവര് എക്സ്റ്റേണൽ കണ്ണുകൾ കൊണ്ട് കണ്ടു, പക്ഷെ ആന്തരികമായ കണ്ണുകൊണ്ട് അവർ കണ്ടില്ല. അതായത് ഫിസിക്കൽ രൂപത്തിനെ അവരൊരു പക്ഷെ കണ്ടു കാണും, പക്ഷെ സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷനാണ് എന്റെ മുൻപിൽ നിൽക്കുന്നത് എന്ന് കണ്ടോ? ഇല്ല. കണ്ടിരുന്നു. ആ കാഴ്ച ഉണ്ടായിരുന്നുവെങ്കിൽ ദുര്യോധനൻ ഒരിക്കലും നാരായണനെ വിട്ടിട്ട് നാരായണ സേനയ്ക്ക് പുറകെ പോവില്ലായിരുന്നു. അർജുനൻ അത് കണ്ടതുകൊണ്ടാണ് നാരായണീയ സേനയെ വിട്ടിട്ട് സാക്ഷാൽ നാരായണനായ ഭഗവാൻ കൃഷ്ണനെ അദ്ദേഹം ചൂസ് ചെയ്തത്. അപ്പോ ആ പ്രേമചക്ഷുസ് ഇരു കൈകളോട് കൂടിയ രൂപം കണ്ണുകൾ കൊണ്ട് ദൃശ്യമാവുകയല്ല, ആന്തരികമായിട്ട് നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ ദൃശ്യം നമ്മൾ നേടുകയാണ്. അത് അർജുനൻ ഓൾറെഡി ആ പ്രേമചക്ഷു ഉണ്ടായിരുന്നു. അപ്പൊ പ്രേമചക്ഷുവിൽ നിന്ന് ദിവ്യചക്ഷുവിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്യുകയായിരുന്നു അർജുനന്റെ ദൃഷ്ടിക്ക് ഭഗവാൻ ചെയ്തത്. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ അർജുനന് ദിവ്യചക്ഷുസ് കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതാണ് സംഭവിച്ചത്. അപ്പോ അതാണ് സുദുർദർശമിതം രൂപം എന്ന് ഭഗവാൻ തന്നെ, ഞാൻ പറഞ്ഞല്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ എവിടെയാണ്? 11-ാമത്തെ അധ്യായത്തില് ജസ്റ്റ് ഒരു സെക്കൻഡ് തരൂ.
ഹരേ കൃഷ്ണ 52ാമത്തെ ശ്ലോകം അല്ലേ പ്രഭു? എത്രാമത്? 52 അല്ലേ അല്ല, പ്രഭു? 52ാമത്തെ ശ്ലോകത്തിൽ ഞാൻ കണ്ടു, പക്ഷെ അല്ലാതെ ഞാൻ വേറൊരു കാര്യം നോക്കുന്നു. ഒരു മിനിറ്റ് മാതാജി. ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് കിട്ടുന്നില്ല. I'll get it later. എനിക്കത് ഞാൻ ഉദ്ദേശിച്ച വാക്ക് കിട്ടുന്നില്ല. എനിവേ, ഭഗവാൻ ഇവിടെ പറയുന്നത് സുദുർദർശമിതം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി റെയർ. അതായത് ദർശിക്കുവാൻ അത്യന്തം പ്രയാസമുള്ള രൂപമാണ് ഭഗവാന്റെ ഇരു കൈകളോടുകൂടിയുള്ള രൂപം. ആ രൂപം ഭഗവാൻ അർജുനന് ഓൾറെഡി കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അർജുനൻ അവിടെ ആ ദിവ്യ അല്ലെങ്കിൽ വിശ്വരൂപം കാണാൻ ഉള്ള ആ ദർശനത്തിനേക്കാൾ ഉയർന്ന ചക്ഷുസ് അർജുനൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത് എന്നാണ് അവിടെ നമുക്ക് അതാണ് ഞാൻ അവിടെ പിന്നീട് പറയാം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന കാര്യം അതാണ് ഓർമ്മിപ്പിക്കണമെന്ന് പറയാം. സോ അത് ക്ലിയർ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. ഭഗവാന്റെ ഇരു കൈകളോട് കൂടിയ രൂപമാണ് ഏറ്റവും സുന്ദരമായിട്ടുള്ളതും അതുപോലെ കാണാൻ ഏറ്റവും പ്രയാസമായിട്ടുള്ളതും അതാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. സോ 52 മുതൽ 55 വരെയുള്ളതാണ് അതിന്റെ ഏറ്റവും ഒരു കൺക്ലൂഷനാണ്. അതുപോലെ ഭഗവാന്റെ ആ വ്യക്തിഗത രൂപത്തിന്റെ ഇവിടെ അത് കാണിക്കുന്ന നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് യൂണിവേഴ്സൽ ഫോം ഈസ് റെയർ, അതായത് ദുർദർശം. സീയിങ് കൃഷ്ണാസ് two-handed ഫോം വിത്ത് ലവ് ഈസ് ഈവൻ മോർ എക്സ്ട്രീംലി റെയർ വിച്ച് ഇസ് സുദുർദർശം. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. 52, 53. So this form cannot be understood simply by Vedic study, penances, charity, etc. Naham vedir na tapasa na danena na chejya shakya evam vidho drishta vasnasi mam yatha. Atindriya drishtiyal nee കാണുന്ന ഈ രൂപം ദിവ്യ വേദാധ്യായനം കൊണ്ടോ തപശ്ചര്യ കൊണ്ടോ ദാനയജ്ഞാദികളാലോ കൈവരുന്നതല്ല. അവയൊന്നും കൊണ്ടല്ല എന്റെ ഈ യഥാർത്ഥ രൂപം ഒരാൾക്ക് പ്രത്യക്ഷമാവുന്നത്. 54ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭക്ത്യാത്വനന്യയാ ശക്യ അഹം ഏവം വിധോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരം തപ. സോ അടുത്ത ശ്ലോകം എസെൻസ് ഓഫ് ഭഗവത്ഗീത പെർഫോം ഭക്തി ആൻഡ് അറ്റൈൻ കൃഷ്ണ. സോ ഈ എസെൻസ് ഓഫ് ഭഗവത്ഗീത എന്ന് പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. സോ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത്. ഈ എസെൻസ് ഓഫ് ഭഗവത്ഗീത എന്ന് ഇത് നമ്മളാരും പറഞ്ഞതല്ല, സാക്ഷാൽ ശ്രീല പ്രഭുപാദ് തന്നെ പറഞ്ഞ ഒരു ശ്ലോകമാണ്. ഈ 11ാമത്തെ അധ്യായത്തിൽ 55ാമത് ശ്ലോകം. മത് കർമ്മ കൃൺ മത് പരമോ മത് ഭക്ത സംഘവർജിത നിർവൈര്യ സർവഭൂതേഷു യസമാം ഏത്തി പാണ്ഡവ. ഇതാണ് ശ്രീല പ്രഭുപാദ് പറഞ്ഞ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. പ്രിയ അർജുന, എന്റെ ശുദ്ധ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാമ്യകർമ്മങ്ങളുടെയോ ഊഹാപോഹങ്ങളുടെയോ മാലിന്യം കൂടാതെ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുകയും എന്റെ ജീവിതത്തിന്റെ പരമലക്ഷ്യമായി കരുതുകയും സർവഭൂതങ്ങളോടും സുഹൃദ് രൂപേണ പെരുമാറുകയും ചെയ്യുന്ന ഭക്തൻ നിശ്ചയമായും എന്നെ തന്നെ പ്രാപിക്കും എന്ന് ഇവിടെ കാണുന്നുണ്ട്. സോ ഇവിടെ പറയുന്ന ഈ ഒരു കാര്യങ്ങള് നമ്മൾ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കുകയാണ്. ചില പ്രഭുപാദിന്റെ ഭാവാർത്ഥം ഒരു 2 ലൈൻ മാത്രം ഞാൻ വായിക്കുകയാണ്. ആത്മീയ അന്തരീക്ഷത്തിലുള്ള കൃഷ്ണലോകം എന്ന ഗ്രഹത്തിൽ സർവ ഉത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനുമായി ഉച്ചബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്നവർ കൃഷ്ണന്റെ ഈ നിർദ്ദേശത്തെ അനുസരിക്കുക തന്നെ വേണം. ഭഗവത്ഗീതയുടെ സത്ത് മുഴുവൻ ഈ ശ്ലോകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഭഗവത്ഗീതയുടെ സത്ത് മുഴുവൻ ഈ ശ്ലോകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഭഗവത്ഗീതയുടെ എസെൻസ് എന്ന് ശ്രീല പ്രഭുപാദ് സ്വയം പറഞ്ഞ ശ്ലോകമാണ് ഈ 11ാമത്തെ അധ്യായത്തിന് 55ാമത് ശ്ലോകം. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഭഗവാന്റെ ഏറ്റവും റെയറസ്റ്റ് ആയിട്ടുള്ള രൂപം എന്ന് പറയുന്നത് ഭഗവാന്റെ ഇരു കൈകളോട് കൂടിയ രൂപമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. സോ ഇന്നത്തെ നമ്മുടെ യൂണിവേഴ്സൽ ഫോം എന്ന് പറയുന്നത് രൂപ എന്നായിരുന്നു നമ്മുടെ അക്രോണിം. റിക്വസ്റ്റ്, യൂണിവേഴ്സൽ ഫോം, പ്രേയേഴ്സ് ഓഫ് അർജുന, ആംഡ് ഫോം. ഇപ്പോ ഇത് പേര് കാണുമ്പോൾ തന്നെ നമുക്ക്
നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഭാഗവുമായിട്ട് നമുക്കൊന്ന് റിലേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പറഞ്ഞിട്ട് പോകും. പ്രഭുജി, എനിക്ക് 3 ഡൗട്ട് ഉണ്ടായിരുന്നേ. എന്തോ ചോദിച്ചേട്ടാ. ഒന്നാമത്തെ ഡൗട്ട്, ഈ നമ്മള് ഹനുമാന്റെ ഒരു രൂപം കണ്ടിട്ട് ഭീമൻ ഭയപ്പെടുന്ന ഒരു കഥാസന്ദർഭം ഉണ്ടല്ലോ, അതിനെ ഹനുമാന്റെ രൂപം കണ്ടിട്ട് ഭീമൻ ഭയപ്പെടുന്ന അതും വിശ്വരൂപമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പിന്നെ ഇല്ല. ഹനുമാന്റെ രൂപം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഹ്യൂജ് രൂപമാണെന്ന് മാത്രം. ഒരു വലിയ രൂപം ഹനുമാന് വലിയ രൂപവും ചെറിയ രൂപവും ഏത് രൂപം എടുക്കാൻ സാധിക്കുന്ന സിദ്ധി ഉണ്ടായിരുന്നു ഹനുമാന്. അതും വിശ്വരൂപം തമ്മിൽ യാതൊരു ബന്ധവുമില്ല പ്രഭു. വിശ്വരൂപം തീർച്ചയായിട്ടും എടുക്കാൻ സാധിക്കുന്നത് ഭഗവാൻ കൃഷ്ണന് മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും വിശ്വരൂപം എടുക്കാൻ സാധിക്കുന്നതായിട്ട് ശാസ്ത്രങ്ങളിൽ പറയുന്നില്ല. സോ അത് നമ്മൾ മനസ്സിലാക്കണം. ഹനുമാന്റെ രൂപം, ഹനുമാന് വിശാലമായ വലിയൊരു രൂപം എടുക്കാൻ സാധിക്കും. അതായത് പറയുകയാണെങ്കിൽ അതായത് ലങ്ക ആ കടല് താണ്ടി ലങ്കയിലേക്ക് ചെല്ലുന്നതിന് വേണ്ടി അതിന് ഉതകുന്നതായ ആ വലിയ രൂപം, അതുപോലെ ശ്രീരാമ ലക്ഷ്മണന്മാരെ തോളിൽ എടുത്തുകൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ആ വലിയ രൂപം, അതുപോലെ തന്നെ ആ ഹിമാലയ താഴ്വരകളിലേക്ക് പോകുന്നതിന് വേണ്ടി എടുക്കുന്നതിന് വേണ്ടി അത് ആ മല എടുത്തുകൊണ്ട് വരുന്നതിന് വേണ്ടി ഉതകുന്നതായ ആ വലിയ രൂപം അദ്ദേഹത്തിന് എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സിദ്ധി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് മാത്രം. അതും വിശ്വരൂപവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഓക്കെ പ്രഭു. മനസ്സിലായ രാഖിൽ പ്രഭു? അതെ പ്രഭു, മനസ്സിലായി. വേറെ പിന്നെ എനിക്കുള്ളൊരു ഹരേ കൃഷ്ണ, എനിക്കൊരു ഡൗട്ട്. നമ്മുടെ പ്രഭു ഈ വിശ്വരൂപം കാണിക്കുമ്പോൾ സഞ്ജയന് ധൃതരാഷ്ട്രൻ ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. ഉണ്ട്. അപ്പോ സഞ്ജയനും ഈ രൂപം കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും 100%. സഞ്ജയനും തീർച്ചയായിട്ടും വ്യാസദേവന്റെ ശിഷ്യൻ എന്ന നിലയിലും വ്യാസദേവന് അനുഗ്രഹം കൊടുത്തിരിക്കുന്നത് കൊണ്ട് ആ ദിവ്യ ചക്ഷുസ് അല്ലെങ്കിൽ സഞ്ജയനെ സംബന്ധിച്ച് പറഞ്ഞാൽ പ്രേമചക്ഷുവിൽ നിന്ന് ഡൗൺഗ്രേഡ് ചെയ്ത് ദിവ്യചക്ഷു കിട്ടുകയല്ല ചെയ്തത്. സഞ്ജയന് ശരിക്കും പറഞ്ഞാൽ നോർമൽ ദൃഷ്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് ഉയർന്ന ദിവ്യദൃഷ്ടി കിട്ടുകയായിരുന്നു ചെയ്തത് ഇത് കാണുന്നതിന് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും സഞ്ജയൻ അത് കാണാൻ സാധിച്ചു. സഞ്ജയൻ അതുവഴി ധൃതരാഷ്ട്രക്ക് അത് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ പ്രഭു. ഓക്കെ പ്രഭു. ഓക്കെ പ്രഭുജി, എനിക്ക് ക്ലിയർ ആയി. താങ്ക് യു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി, നമസ്തേ. ധൃതരാഷ്ട്രക്ക് ഈ വിശ്വരൂപം കാണാൻ സാധിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് ദിവ്യദൃഷ്ടി കിട്ടിയിരുന്നോ? ധൃതരാഷ്ട്രക്ക് ദിവ്യദൃഷ്ടി നൽകാം എന്ന് വ്യാസദേവൻ പറയുന്നു. അതായത് ആ ധൃതരാഷ്ട്രയുടെ ആ പിടിവാശിയും പുത്രവാത്സല്യവുമാണല്ലോ ഈ യുദ്ധം നടക്കാനുള്ള പ്രധാന കാരണം. അപ്പൊ അത് കാരണം വ്യാസദേവന് ധൃതരാഷ്ട്രയോട് ചെറിയൊരു ദേഷ്യവും വിഷമവും ഉണ്ടായിട്ട് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് നീ ഇത് കാണണം, ഈ യുദ്ധം, ഈ ഒരു വിനാശം നീ കാരണമാണ് ഇത്ര വലിയൊരു വിനാശം ഉണ്ടാകുന്നതുകൊണ്ട് ഈ വിനാശം നീ കാണണം, നിനക്ക് ഞാൻ ദിവ്യദൃഷ്ടി നൽകാം, നിനക്ക് കാണാനുള്ള ശക്തി നൽകാം, നീ യുദ്ധം കാണണം എന്ന് വേദവ്യാസൻ അങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട് ധൃതരാഷ്ട്രയോട്. പക്ഷെ പറഞ്ഞു, വേണ്ട, എനിക്ക് ഇത്രയും കാലം കാണാൻ സാധിച്ചില്ല, ഇനി ഇത്രയും വലിയൊരു വിനാശം എനിക്ക് കാണണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, അതുകൊണ്ട് എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് ധൃതരാഷ്ട്ര തിരസ്കരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് ദിവ്യ ദർശനത്തിനെ കുറിച്ചിട്ട് സഞ്ജയൻ പറയുന്നത് കേൾക്കാനേ സാധിച്ചുള്ളൂ, അദ്ദേഹത്തിന് കാണാൻ സാധിക്കില്ല. അദ്ദേഹം തീർച്ചയായിട്ടും കാഴ്ചയില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് അത് കാണാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ സഞ്ജയൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. അത് കേട്ടിട്ട് പോലും എന്നാൽ ഇത് സിറ്റുവേഷൻ വേറെയാണ്,
ഇനിയെങ്കിലും തന്റെ പുത്രന്മാരെ കൊണ്ട് യുദ്ധം നിർത്തിക്കണം എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് തോന്നിയില്ല. അദ്ദേഹം അതിൽ വീണ്ടും ആ പുത്രമോഹത്തിൽ കീഴ്പ്പെട്ട് മുഴുവൻ നാശം വരുത്തിക്കുകയാണ് ചെയ്തത്. സോ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല, പക്ഷെ വിവരണങ്ങൾ കേൾക്കാൻ സാധിച്ചു സഞ്ജയനിൽ നിന്ന്. ഓക്കെ മാതാജി, മനസ്സിലായി. ഓക്കെ. ഹരേ കൃഷ്ണ. പ്രഭുജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓക്കെ, ഹരേ കൃഷ്ണ. ഇന്നലെ രുക്മിണി മാതാജി ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എന്താണ് നാഗവും സർപ്പവും തമ്മിലുള്ള വ്യത്യാസം എന്ന്. നാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തില് ഒന്നിൽ കൂടുതൽ ശിരസ്സുകളുള്ള സർപ്പങ്ങൾ, അതായത് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ജീവികളെയാണ് നാഗം എന്ന് പറയപ്പെടുന്നത്. അത് വളരെ പ്രാധാന്യമുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക, വളരെ വിശേഷപ്പെട്ട ദൈവീക ഗുണങ്ങളോട് കൂടിയതാണ്. എന്നാൽ സർപ്പം എന്ന് പറയുന്നത് ഒരു ശിരസ്സോടു കൂടി വിഷം തുപ്പിക്കൊണ്ട് അല്ലെങ്കിൽ വിഷത്തോടു കൂടിയ ഒരു ശിരസ്സോടു കൂടിയ എഴഞ്ഞു നടക്കുന്ന ജന്തുക്കളെയാണ്, അതിനെയാണ് ഈ പറഞ്ഞ സർപ്പങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ശേഷനും അനന്തശേഷൻ എന്ന് പറയുന്നത് നാഗത്തിൽ വരും, വാസുകിയൊക്കെ സർപ്പത്തിൽ വരുന്നയാൾ. സോ ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നിൽ കൂടുതൽ ശിരസ്സുകളുള്ള ആണ് അനന്തൻ അല്ലെങ്കിൽ ശേഷനായിട്ടുള്ള ആൾക്കാർ. എന്നാൽ വാസുകിക്കൊക്കെ ഒരു ശിരസ് മാത്രമേ ഉള്ളൂ. അത് സാധാരണ ഭൗതിക ലോകത്തിലുള്ള സർപ്പങ്ങളിൽ പെടുന്നതാണ് അത്. മാതാജി ക്ലിയർ ആണോ മാതാജി? അതെ പ്രജി, അത് ഞാനൊന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നില്ല. കാരണം ഞാനും ഒന്ന് വായിച്ചപ്പോ ഒന്ന് എനിക്ക് സംശയം തോന്നി. അനേകം പടങ്ങളുള്ളതും അങ്ങനൊന്നും ഞാൻ കണ്ടായിരുന്നു, ചോദിക്കാൻ വെച്ചിരുന്നില്ല. ഹരേ കൃഷ്ണ പ്രജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോ ഹരേ കൃഷ്ണ. സോ താങ്ക് യു സോ മച്ച്. നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഒന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി. വളരെ സന്തോഷം എല്ലാവരും വന്നതിൽ. സോ അങ്ങനെ 11ാമത്തെ അധ്യായം കൊണ്ട് തീർത്തുകൊണ്ട് നമ്മൾ 11 ദിവസം വിജയകരമായി സമ്പൂർണ്ണമാക്കിയിരിക്കുകയാണ്. ഇനി അടുത്ത 7 ദിവസങ്ങൾ കൂടി 6 ദിവസങ്ങൾ കൂടിയുണ്ട്. 7 അധ്യായം കൂടി ഉണ്ട്. അടുത്ത ഒരാഴ്ച കൊണ്ട് നമ്മൾ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുന്നതാണ്. എല്ലാവരും തുടർന്നും വരിക. വന്നതിൽ എല്ലാവർക്കും വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. താങ്ക് യു സോ മച്ച്. ഗ്രന്ഥരാജ് ഭഗവത്ഗീത की जय, श्री प्रभुपाद की जय. थैंक यू सो मच.